അതെ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഔദ്യോഗിക ജീവിതം ഉള്ളതിൻ്റെ ഒപ്പം അദ്ദേഹം കേരള മുസ്ലിം യൂത്ത് ഫെഡറേഷനും ദക്ഷിണ കേരള ജമഅത്തുൽ ഉലമയ്ക്കും അതിൻ്റെ നന്ദി അറിയിക്കുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വേദി ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മാത്രമല്ല അതിനേക്കാൾ ഉപരി കേരളത്തിന്റെ തെക്ക് ഭാഗത്തും ആദ്യമായിട്ടാണ് ഒരു വിഷയം ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ അടുത്ത കാര്യം നമ്മൾ ഇസ്ലാമിനെ കാണുന്നത് ഒരു ഏകാത്മക മതമെന്ന് പറഞ്ഞാലും നമുക്കറിയാം തിയോളജിക്കൽ ഡിഫറൻസ് കൊണ്ട് തന്നെ പലതരം വ്യത്യസ്തങ്ങളായ സംഘടനകളുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും തന്നെ ഈ പൊതുസമൂഹത്തിന് ഇത് അറിയില്ല. ഇത് എന്തുകൊണ്ട് ഇത്രയും വ്യത്യസ്തതകൾ ഉണ്ടായി, വ്യത്യസ്തമായ സംഘടനകൾ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് അറിയില്ല. നമുക്കെല്ലാം അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പൊതുസമൂഹം എന്ന് പറയുന്ന മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരെല്ലാം തന്നെ എല്ലാം ഒന്നായിട്ടാണ് കാണുന്നത്. അതും നമ്മുടെ ഒരു ഇസ്ലാം ഫോബിയയുടെ ഒരു വകഭേദമാണ്. ഇപ്പൊ ഞാൻ പഠിച്ചത് LKG തൊട്ട് +2 വരെ പഠിച്ചത് ഒരു CBSE കീഴിലുള്ള സ്കൂളിലാണ്. അത് ഒരു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ശിവഗിരി ശ്രീനാരായണ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് NCCയിലൊക്കെ പോയിട്ട് ഭയങ്കര അച്ചടക്കം നടപ്പിലാക്കേണ്ട ഒരു അധ്യാപകൻ വരികയും എൻ്റെ ക്ലാസ്സിൽ ഞാൻ 4ലോ 5ലോ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ സ്കാർഫ് അഴിക്കാൻ പറഞ്ഞു. പെൺകുട്ടി അഴിക്കില്ല എന്ന് പറഞ്ഞു. തർക്കമായി ബഹളമായി വഴക്കായി. ആ പാരൻസ് ഒക്കെ വന്നു, ബന്ധുക്കൾ വന്നു, ഭയങ്കര ചർച്ചയൊക്കെ ആയി. പക്ഷെ എന്റെ പ്രശ്നം അതല്ല. അതായത് ഞാനാണ് പ്രശ്നം ഉണ്ടാക്കിയത്. നമുക്കൊന്നും ഇതൊന്നും ഇല്ലല്ലോ, നിനക്ക് എത്ര കുഴപ്പമൊന്നുള്ള രീതിയിൽ ഞാൻ ആ പെൺകുട്ടിയെ തെറി വിളിച്ച കൂട്ടത്തിൽ മുമ്പേ നിന്ന് തെറി വിളിച്ച ആളാണ് ഞാൻ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പ്രശ്നം അതാണ്. അതായത് നമുക്ക് സ്കാർഫ് ആണ് പ്രശ്നം. അവിടെ ചന്ദനക്കുറി ഇട്ട, പൊട്ടിട്ട, വളയിട്ട, സാരി ഉടുത്ത തുടങ്ങി ഒരു പ്രത്യേക മതത്തിൻ്റെതായ എല്ലാ സിമ്പിൾസോടും കൂടി വരുന്ന കുറെ ആൾക്കാരുണ്ട്. അതൊന്നും തന്നെ ഈ അച്ചടക്കം ബാധിക്കുന്ന പ്രശ്നമല്ല. സ്കാർഫായിരുന്നു അവിടെ പ്രശ്നം. ഈവൻ കുരിശുമാല പോലും അവർക്കാർക്കും ഒരു പ്രശ്നമായിരുന്നില്ല. ഇതൊക്കെ ഞാൻ ഹൈലൈറ്റിൽ പറയുന്നതാണ്, അന്നും നിലൊന്നും ചിന്തിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെ അതായത് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ ഒരു അമുസ്ലിം ആണെങ്കിൽ സ്വാഭാവികമാണ് അത് ബൈ നാച്ചുറൽ നമ്മുടെ ഇസ്ലാമോമായി മാറും എന്നുള്ളതാണ്. അത് നമ്മൾ സ്വയം പഠിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മറികടക്കാൻ പറ്റൂ. ഞാനൊക്കെ ഇസ്ലാമോബായതിന്റെ കാരണം ഞാനൊരു അമുസ്ലിം പശ്ചാത്തലത്തിൽ വന്നുകൊണ്ടാണെന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതാണ് പിന്നെ അങ്ങനെ നിരവധി അനുഭവങ്ങളുണ്ട്. എന്ന് മാത്രമല്ല ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ, അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പൈസ തരും, ബസ്സിൽ പോകാൻ പൈസ തരും. പക്ഷേ വീട്ടിൽ നിന്ന് 45 മിനിറ്റാണ് എൻ്റെ വീട്ടിൽ നിന്ന് വർക്കല SM കോളേജിൽ പോകാനായിട്ട് 45 മിനിറ്റ് നടക്കാം. ഞാൻ ഈ വീട്ടിൽ നിന്ന് ബസ്സിൽ പോകാൻ പൈസ നടന്നു പോകും. എൻ്റെ കൂടെ നടക്കുന്നത് ഒരു AVP കാരനാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് ആ ഓഡിയോ കാസറ്റൊക്കെ കൊണ്ടുതരും. ഇത് കേട്ട് കഴിഞ്ഞാൽ ചത്ത് കിടക്കുന്ന ഹിന്ദു ചാടി ഇടിച്ച് മുസ്ലിങ്ങൾ അടിക്കും. പക്ഷെ ഇതൊക്കെ മ്യൂസിക് കാസറ്റുകളാണെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഒരു 2-3 വർഷമായിട്ടുള്ളൂ. ഇത് കോടതിയിലൊക്കെ പോയി അത് പ്രൂവ് ചെയ്യപ്പെട്ട സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഒരു ജീവിത പശ്ചാത്തലം. ഈ എന്തിനേറെ പറഞ്ഞു, ഞാൻ മുസ്ലിങ്ങളെ ഒതുക്കാൻ വേണ്ടി RSSൽ ചേരാൻ പോയ ആളാണ്. 114 രൂപ കൊടുക്കാനില്ലാത്തതുകൊണ്ട് മാത്രം ചേർന്നില്ല. ചേരാതെ രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചരിത്രം എനിക്കുണ്ട്. പിന്നെ വളരെ യാദൃച്ഛികമായി സുദേശം രഘു എന്ന് പറയുന്ന ആളുമായിട്ട് ബന്ധപ്പെടുകയും ഞാൻ അദ്ദേഹത്തോട് ആദ്യം പരിചയപ്പെട്ട് ഒരു ആത്മബന്ധം വന്ന സമയത്ത് എന്റെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ എന്തിനാണ് ഈ SDPI, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതഭീകരവാദ സംഘടനകൾ നിങ്ങൾ അന്ധമായി സപ്പോർട്ട് ചെയ്തതിനാണ് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം തിരിച്ച് എന്നോട് മറ്റൊരു ചോദ്യം ചോദിച്ചത്, ഇപ്പൊ നമ്മള് സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കും, ദളിതർക്ക് വേണ്ടി സംസാരിക്കും, ക്യൂർ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കും. അപ്പോഴും തന്നെ അവർ നന്നാവണമെന്നോ അവർ ഭീകരവാദ പ്രവർത്തനം ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടാറില്ല. നിങ്ങൾ ചെയ്തോ ചെയ്തില്ലയോ, പക്ഷെ നിങ്ങൾ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്, അപ്പൊ നമ്മൾ ആ സപ്പോർട്ടെല്ലാം നമ്മൾ കൊടുക്കുന്നത് സോൾഡാറ്റിയാണ്. പക്ഷെ മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോൾ മാത്രം നമുക്ക് ഭയങ്കര കണ്ടീഷനാണ്. അവർ നന്നായിരിക്കണം, അവര് കള്ളം പറയാൻ പാടില്ല, നുണ പറയാൻ പാടില്ല, പച്ചവെള്ളം ചവച്ചു കുടിക്കണം, അങ്ങനത്തേക്കുള്ള ഒരു കണ്ടീഷൻ നമ്മൾ വെക്കാറുണ്ട് മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ. ഇതെന്തുകൊണ്ടാണ്? അപ്പോഴായിരുന്നു ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് എന്തായിരുന്നു ഈ പ്രശ്നം. പിന്നെ എൻ്റെ ചില യുക്തിവാദ സുഹൃത്തിനെ പറഞ്ഞു, യുക്തിവാദികൾ എന്തുകൊണ്ട് ഇസ്ലാമോഫിയ അഡ്രസ് ചെയ്യേണ്ട ആവശ്യകത എന്താണ്. അങ്ങനെ ഞാൻ കേരളീയ യുക്തിവാദ മണ്ഡലത്തിൽ ആദ്യമായി ഹൗ ടു അൺലേൺ ഇസ്ലാമോഫിയ എന്നൊരു പ്രഭാഷണം നടത്തി തുടങ്ങി. അതോടുകൂടി സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ യുക്തിവാദ മണ്ഡലത്തിൽ നിന്ന് പുറത്തുപോയി. അതുവരെ എന്റെ സർവ്വവിധ പിന്തുണ നൽകി എന്റെ ഫേസ്ബുക്ക് 2011 മാർച്ചിലാണ് ഞാൻ ഫേസ്ബുക്കിൽ അക്കൗണ്ട് എടുത്ത് എഴുതി തുടങ്ങിയത്. അവിടെ നിന്ന് പരിശോധിച്ച് നോക്കിയാൽ ലോകത്ത് ഒരു സംഖ്യ എഴുതാത്ത ഇസ്ലാമിക് സാധനങ്ങൾ എന്റെ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഞാനാണോ എഴുതിയത്? കാര്യം രസകരമായ സംഗതി, നമുക്ക് ഈ ഫേസ്ബുക്ക് മെമ്മറീസ് വരും, ഓരോ ദിവസം ഞാൻ കാണിക്കും. ഞാനൊരു ദിവസം നമ്മുടെ ഇസ്ലാമോഫിയ എടുത്ത ഗ്രൂപ്പിൽ ഞാൻ പണ്ട് എഴുതിയ സാധനം എടുത്ത് ഞാൻ പണ്ട് ഇങ്ങനെ എഴുതിയിരുന്നു, ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ഞാൻ എഴുതിയിരുന്നു. പക്ഷെ ആ ഗ്രൂപ്പിലുള്ളവർ ഞാൻ എഴുതിയത് വായിക്കാതെ ഞാൻ ഇട്ട സ്ക്രീൻഷോട്ട് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ
അവർ പറഞ്ഞത് ഞാൻ ഇങ്ങനെ എഴുതൂല, ഇത് ആരോ നുണ പ്രചരിപ്പിക്കുന്നതാണ്, ഞാൻ ഇങ്ങനെ എഴുതിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ സത്യം ഞാൻ അത് എഴുതിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കടുത്ത ഒരു ഇസ്ലാമോഫോബിന്റെ എല്ലാ ചരിത്രവും വളരെ ഒരു 114 രൂപ കൊടുക്കാനില്ലാത്തതുകൊണ്ട് മാത്രം RSS ചേരാൻ പറ്റാതെ പോയ ഒരു വ്യക്തിയാണ് എന്റെ തുടക്കം. അപ്പൊ സുരേഷ് പ്രഭു ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ ആന്റി ഇസ്ലാമിക് ആക്ടിവിസ്റ്റ് ആകുമായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പം ന്യൂട്ടൺ കണ്ടുപിടിച്ചില്ലായിരുന്നു എങ്കിൽ ഭൂഗർഭശാസ്ത്രം വരെ ആരെങ്കിലും കണ്ടുപിടിക്കുകയാണ്. കാരണം നമ്മൾ ഞാനൊരു യുക്തിവാദി എന്ന നിലയിൽ നമ്മുടെ മുന്നിൽ വരുന്ന അറിവുകൾ, യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ തിരുത്തപ്പെടുന്ന ഒരാളാണ്. ഞാനൊരു 6 മാസം മുമ്പത്തെ ഞാനല്ല ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദീർഘമായ ഒരു ചരിത്രം തന്നെയുണ്ട്. അപ്പൊ സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഒരു അമുസ്ലിം ഇസ്ലാമോഫോബ് ആവുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് തിരിച്ചറിയുക, അത് മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് അവർണപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ ഉറപ്പായും വേണം. ഞാനത് തിരിച്ചറിഞ്ഞ സുരേഷ് പ്രഭുവിൽ നിന്നാണ്. അതിന്റെ അവിടെ കടക്കാം. എന്തുകൊണ്ട് നമ്മൾ ഇസ്ലാമോഫോബിയ ഒരു വിഷയമാക്കണം എന്നുള്ളതാണ്. അതിൽ ആദ്യം നിങ്ങൾ എന്തായാലും ഈ KMIF നന്ദിയാണ്. കാര്യം ഇതുപോലുള്ള ഒരു വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് ഇങ്ങനെ ചർച്ചയാക്കാനും, ഇപ്പൊ നമ്മളിവിടെ എനിക്ക് തോന്നുന്നില്ല നമ്മളിന്ന് ചർച്ച ചെയ്ത് ചായം കുടിച്ച് പിരിഞ്ഞു പോകും എന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊരു തുടർ പ്രക്രിയയായിട്ട് വീണ്ടും അടുത്ത മീറ്റിങ്ങുകൾ, ഒരു സാമൂഹിക ഇടപെടലുകളും ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് സംസാരിച്ചൊന്നും പോകുന്നില്ല. അത് ചെറിയ ചെറിയ ചർച്ചകൾക്ക് തുറക്കം വിട്ട് ചില തീപ്പൊരികൾ, ചിന്താപരമായ തീപ്പൊരികൾ ഇടാമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയൊക്കെയാണ് അതിനൊരു. പക്ഷെ ചില സംഘടനകളൊക്കെ വരുന്നത് നമ്മളിതൊന്നും നോക്കേണ്ട കാര്യമില്ല, മതപരമായ കാര്യങ്ങളൊക്കെ നോക്കി പോയാൽ മതി എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. അതായത് മുസ്ലിങ്ങളുടെ തന്നെ നന്നായിരുന്നാൽ മതി, നല്ല പ്രവർത്തികൾ ചെയ്താൽ മതി, അപ്പൊ ഇസ്ലാമോഫോബിയ തന്നെ ഇല്ലാതാവും എന്നുള്ളതാണ്. അങ്ങനെ പറയുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട്, സംഘടനകളുണ്ട്, മുസ്ലിങ്ങൾ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇതാണ് എന്റെയൊക്കെ ഒരു ചരിത്രം. ഞാൻ ഇസ്ലാമോഫോബാവുന്നതിന്റെ ഒരു ചരിത്രം തന്നെയാണ്. ഇപ്പം എന്നെ ഒരു യുക്തിവാദ സംഘടനയും ഞാൻ പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞു സംഘടന ട്രിവാൻഡ്രത്തുണ്ട്. അതല്ലാതെ വേറൊരു യുക്തിവാദ സംഘടന എന്നെ ഇപ്പോൾ വിളിക്കാറില്ല. ഞാൻ പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല. കാരണം ആ ഒരു കേരളത്തിന്റെ യുക്തിവാദത്തിന്റെ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് വംശീയതയുടെയും വെറുപ്പിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഞാൻ അത് വിട്ടു എന്നുള്ളതാണ് അതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ആന്റി ഇസ്ലാമോഫോബിയ ആക്ടിവിസം എന്ന് പറയുന്നത്, അത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ അവർണ്ണത് നമുക്കറിയാം. അതായത് ചരിത്രപരമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞൊരു സാധനം ഒരു മതമായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനമല്ല, അതൊരു മൂല്യവ്യവസ്ഥയാണ്. ബ്രാഹ്മണ്യ മൂല്യവ്യവസ്ഥ എന്ന് പറയും. അതായത് ചില മനുഷ്യരൊക്കെ ജന്മനാൽ ആദരിക്കപ്പെടേണ്ടവരും ചില മനുഷ്യരൊക്കെ ജന്മനാൽ അധമരായി മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്ന് പറയുന്ന ഒരു മൂല്യവ്യവസ്ഥയാണ് ബ്രാഹ്മണ്യ മൂല്യവ്യവസ്ഥ. പക്ഷെ നമുക്കറിയാം ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമ്മൾ ഒരുപാട്, അപ്പൊ നമ്മൾ ഈ പറയുന്നത് 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മൾ പറയുമെങ്കിലും ഇവിടെ ചില ആൾക്കാർക്ക് 1919 മുതൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ ഡൊമിനിയൻ സ്റ്റാറ്റസ് കിട്ടുകയും ചില പ്രൊവിൻസസിലൊക്കെ അവർക്ക് അധികാരങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് അവർണരായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ അവർണർക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ആഗസ്റ്റ് 15. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്ക് സെൻസസ് ഒക്കെ എടുത്തുകൊണ്ട് അവർ നോക്കിയപ്പോഴത്തേക്ക് ഹിന്ദുക്കൾ വളരെ കുറവ്, അപ്പം മുസ്ലിങ്ങൾ എണ്ണത്തിൽ കൂടുതലാകാൻ പോകുന്നു എന്നൊരു ആശങ്കയുണ്ട് അവർക്ക്. ഒന്ന്. രണ്ട്, ഈ ജനാധിപത്യത്തിൽ നമ്പേഴ്സിന് പ്രാധാന്യമുണ്ട്. കാരണം ഒരു അധികാരം കിട്ടുക, ഒരു സ്ഥലത്ത് ജയിക്കുക എന്ന് പറയുന്നത് അവിടെ നമ്പേഴ്സ് പ്രാധാന്യം. അപ്പൊ നമ്മൾ സ്വാഭാവികമായും ഹിന്ദു എന്ന് പറഞ്ഞൊരു ആള് വരണമെങ്കിൽ ഹിന്ദു ആയിട്ട് ഇരിക്കണം. പക്ഷെ തിയോളജിക്കലി നോക്കിയാൽ ഒരു ആദിവാസിയെയും ഒരു നമ്പൂതിരി നമുക്ക് ഒരേപോലെ ഹിന്ദുവായിട്ട് കണക്കാക്കാൻ പറ്റൂല. കാരണം ആദിവാസി മാറ്റി നിർത്തപ്പെടേണ്ടവനും നമ്പൂതിരിയെ ആദരിക്കപ്പെടേണ്ടതുമായതുകൊണ്ട് തന്നെ പറ്റൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എന്തെങ്കിലും ടൂർ ഉണ്ടാകണം, ഒരുമിച്ച് ചെയ്യണമല്ലോ. അപ്പൊ അവർ നോക്കിയപ്പോഴത്തേക്ക് അത് പറ്റിയെടുക്കാം മുസ്ലിങ്ങളാണ്. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അന്നത്തെ ക്രിസ്ത്യാനികളൊക്കെ ഏകദേശം ഹിന്ദുവായിട്ട് ചേർന്നില്ല. കാരണം അതുകൊണ്ടാണല്ലോ ദളിത് ക്രിസ്ത്യൻ ഉണ്ടായിരിക്കും, ഒരു ദളിത് മുസ്ലിം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ചരിത്രം നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാവും. അപ്പം അതിന് സിമ്പിളാണ് അതിന്റെ ഉത്തരം. അതായത് ഇസ്ലാം ഒരിക്കലും ബ്രാഹ്മണ്യത്തിന് കീഴ്പ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് മതപരത കൂടുതലാണ് എന്ന് നമ്മൾ നെഗറ്റീവായിട്ട് പറയും. അതിന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുസ്ലിങ്ങൾക്ക് മതപരത കൂടുതൽ, അവർക്ക് ഭയങ്കര ഇച്ചിരി കൂടുതൽ എന്ന് ഞാൻ പറയും. പക്ഷെ ഞാനതിനെ ഒരു നെഗറ്റീവ് ആയിട്ടല്ല കാണുന്നത്. മതപരത കൂടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എന്റെ അനുഭവത്തിൽ നോക്കി കഴിഞ്ഞാൽ മതപരത കൂടിയ മുസ്ലിങ്ങളെല്ലാം കുറച്ചുകൂടി മാനവികവും സാഹോദര്യം കൂടുതലുള്ളതായിട്ട്, മതപരത കുറഞ്ഞ മുസ്ലിങ്ങൾ കുറച്ച് കള്ളത്തരവും സാഹോദര്യം ഇല്ലാത്തവരായിട്ടൊക്കെ ഇതിന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്. അറിവായിട്ട് പ്രസന്റ് ചെയ്യുന്നില്ല, അനുഭവം അറിവാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പൊ ഈ മതപരത എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മതപരത എപ്പോഴും നമ്മൾ നെഗറ്റീവ്. അത് മുസ്ലിങ്ങളുടെ മതപരത മാത്രമല്ല, മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും വെള്ളം കുടിച്ചാലും അതും ഒരു ഭീകരവാദമായിട്ടാണ് നമ്മളിവിടെ കണക്കാക്കുന്ന ഒരു സവിശേഷ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ മുസ്ലിം സംഘടനകൾ പലരും ഈ ലിബറലിസത്തിനെയൊക്കെ പലപ്പോഴും വിമർശിക്കാറുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്ത്യയിൽ രജിസ്റ്റേർഡ് യുക്തിവാദികൾ നാസ്തികർ എന്നൊക്കെ പറയുന്നത് ഏകദേശം 80,000 പേര് വരും. അതിൽ തന്നെ അറിയപ്പെടുന്ന ഒരു യുക്തിവാദികൾ എടുത്തു നോക്കി ആകെ
നമ്മുടെ കൈവിരൽ എണ്ണ തീരും. മിക്കവാറും കൈവിരൽ എണ്ണുണ്ട്, മൊത്തം എണ്ണ അതിന് മൊത്തം അറിയപ്പെടുന്ന വ്യക്തികൾ എണ്ണ തീരും. പക്ഷെ എന്തുകൊണ്ട്? പക്ഷെ നമ്മളറിയാം, നമ്മുടെ ഒരു മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഏകദേശം 80 മുതൽ 90 ലക്ഷമൊക്കെ വരുമായിരിക്കും. കറക്റ്റ് കണക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം അത്ര വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ലിബറലിസം ഒരു ഇസ്ലാമിന് ഒരു ഭീഷണിയല്ല. പക്ഷെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഈ അറിയപ്പെടുന്ന വ്യക്തികളെല്ലാം തന്നെ ഒരു പ്രോ ഹിന്ദു ഇസ്ലാമോഫോബാണ്. അത് മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് ഇസ്ലാമോഫോബി ആകേണ്ടത്, അതായത് ലിബറലിസത്തെക്കാൾ ഉപരി ഇസ്ലാമോഫോബി ആകുന്നത് ഈ സവിശേഷ സാഹചര്യത്തിലാണ്. അപ്പം ഈ ഹിന്ദു യൂണിറ്റി എന്നൊരു സാധനം ഉണ്ടാകണമെങ്കിൽ തൊട്ടപ്പുറത്ത് നമ്മുടെ കൊല്ലം ഒരു മുസ്ലിം അപ്പുറത്ത് നിൽക്കണം, അതൊരു ഇരയപ്പം ഉണ്ടാക്കണം. അപ്പൊ എന്ത് ചെയ്യും? അവർ പറയും അവർ നമ്മൾ തകർക്കാൻ നിൽക്കുക. അപ്പൊ നമ്മൾ ഒന്നിച്ചിരിക്കണം. ഈ ഒന്നിച്ച് നിൽക്കുന്നത് എന്തിനാണ്? കാരണം അപ്പൊ നമ്മൾ ഈ ആദിവാസി ഹിന്ദു ആവും, നമ്പൂതിരി ഹിന്ദു ആവും. അപ്പൊ ഒരു നമ്പൂതിരി ഒരു പ്രധാന സ്ഥാനത്തിരിക്കും, നമ്മൾ എന്ത് പറയും? നമ്പൂതിരി ഇരിക്കുന്നു നല്ല പറയുന്നത്, ഹിന്ദു ഇരിക്കുന്നു. അപ്പൊ ഹിന്ദു ഒരു ആരുണ്ട്? ആദിവാസി ഉണ്ട്. അപ്പൊ ആദിവാസിക്ക് പ്രശ്നമല്ല, കാരണം എന്തായാലും ആരൊക്കെ ആയാലും ഒരു ഹിന്ദു ആണല്ലോ. ഇത് പറയിപ്പിക്കും, ആദിവാസിയെ കൊണ്ടത് പറയിപ്പിക്കും. ആദിവാസിയെ കൊണ്ടത് പറയിപ്പിക്കുന്നത് എന്താണ്? അത് പിന്നിൽ അവിടെ നമ്മൾ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ അവൻ നമ്മളെ കൊല്ലും. അപ്പൊ അവിടെയാണ് ഇസ്ലാമോഫോബിയ ഒരു മെയിൻ പ്രശ്നമായിട്ട് കടന്നു വരുന്നത്. ഇനി ഇവിടെ ഇസ്ലാമോഫോബിയെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞു, മതം എന്ന് പറഞ്ഞ സാധനമുണ്ട്. മതം പലപ്പോഴും തെറ്റായിട്ടൊക്കെ ഉപയോഗിക്കും. എന്തുകൊണ്ടാണ് ഈ മതം ഒരു വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ ജ്ഞാനോദയത്തിന് ശേഷം. എന്താണ് ഈ ജ്ഞാനോദയം? അത് നമുക്കറിയാം, ഈ ക്രിസ്ത്യൻ തിയോളജിയായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ ഇത് പ്രകാരം അവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നിങ്ങൾ അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടും. സ്വാഭാവികമായി അന്നത്തെ അവിടുത്തെ ക്രിസ്ത്യൻ ക്ലാസ്സിൽ ഈ പെസൻസ് ഉണ്ടായിരുന്നു. പെസൻസ് കൃഷിക്കാരൊക്കെ ഉണ്ട്. അവർ ചൂഷണം ചെയ്യുമ്പോൾ എന്ത് പറ്റും? അവർ പറയുമ്പോൾ എന്താ, നമ്മളിപ്പോ ചൂഷണത്തിന് ഇരയായാലും അടുത്ത ജന്മത്തിൽ സ്വർഗത്തിൽ പോകുമല്ലോ. പക്ഷെ ഈ നോബൽ ക്ലാസ് എന്ത് ചെയ്ത് പൗരോഹിത്യത്തിന് പൈസ കൊടുത്തു. അപ്പൊ പൈസ കൊടുത്ത് അവർ അടുത്ത ജന്മത്തിൽ സ്വർഗത്തിൽ സീറ്റ് ഉറപ്പാക്കി. അപ്പൊ കൃഷിക്കാർ നോക്കിയപ്പോ ചൂഷിതരായ ഞങ്ങളും സ്വർഗത്തിൽ പോണ്, ഞങ്ങളെ ചൂഷണം ചെയ്യുന്ന അവരും സ്വർഗത്തിൽ. ഇതെന്ത് ന്യായം എന്നുള്ളതായി. ഈ ന്യായമായ ചോദ്യമാണ് അവിടെ ഒരു വിപ്ലവം ഉണ്ടാവുകയും അത് ജ്ഞാനോദയം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കുകയും അങ്ങനെ വന്നപ്പോൾ ഈ മതത്തെ സമൂഹത്തിൽ നിന്നും സ്റ്റേറ്റിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം, അത് മാറിയിരിക്കണം എന്നുള്ളൊരു. അതായത് മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിൽ നടക്കുന്ന ഒരു ചോയ്സ് ആയിട്ട്, അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസിൽ പ്രൈവറ്റ് സ്പേസിൽ മാത്രം ചെയ്യേണ്ടതും പബ്ലിക്കിൽ നിങ്ങൾ മതപരമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. അത് നോക്കുമ്പോൾ ഒരു പ്രഥമ ദൃഷ്ടി നോക്കുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നും, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക്കായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഇസ്ലാം നമ്മൾ നോക്കിയാൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഒരു മതം എന്ന് പറയുമ്പോഴും കേവലമായ എന്തെങ്കിലും ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, അതൊരു സമഗ്ര ജീവിത പദ്ധതി. അത് ഈ മതം എന്ന് പറയുമ്പോൾ അതൊരു വെസ്റ്റേൺ ഡെഫിനിഷൻ എന്ന നിലയിലാണ് നമ്മൾ ഇസ്ലാമിനെ പലപ്പോഴും നോക്കിക്കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വെസ്റ്റേൺ ഡിവിഷൻ വെച്ച് നോക്കുമ്പോഴാണ്, പക്ഷെ ഇസ്ലാം ബേസിക്കലി എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു സമഗ്ര ജീവിത പദ്ധതിയാണ്. അതിനകത്ത് പല തർക്കങ്ങളുണ്ടാവും, ആശയപരമായ വ്യത്യാസങ്ങളുണ്ട്, അതെല്ലാം ഉണ്ടാവും, തിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ ഈ ജ്ഞാനോദയത്തിന്റെ പരിണത ഫലം എന്തായിരുന്നു? മതത്തെ ആധുനിക വിരുദ്ധമായി പ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു ഇത് വന്നു. അത് മത ആധുനിക വിരുദ്ധമാണ്, പുരോഗമന വിരുദ്ധമാണ്. സ്വാഭാവികമായി മതം ഫോളോ ചെയ്യുന്ന മതവിശ്വാസികൾ ആധുനിക വിരുദ്ധരായി മാറി. അങ്ങനെ ഒരു പ്രശ്നം വന്നു. അപ്പൊ അതുകൊണ്ട് എൻലൈൻമെന്റ് പ്രോജക്ട് എന്ന് പറഞ്ഞാൽ സമൂഹത്തെ മതമുക്തമാക്കുക എന്നുള്ള ലെവലിലേക്ക് എത്തി. ഇനി എന്തുകൊണ്ട് കേരളത്തിലെ യുക്തിവാദികൾ ഭൂരിപക്ഷം പേരും, അല്ലെങ്കിൽ ഒരു 99.9% എന്നെ ഒരു എക്സെപ്ഷനായിട്ട്, ഒരു എക്സെപ്ഷന്റെ അപ്പുറത്ത് എന്താണ് ഒരു വേറിട്ട ജന്മമായിട്ടാണ് എന്നെ പറയാൻ കണക്കാണ്. ഒരു യുക്തിവാദിയായിരുന്നുകൊണ്ട് എങ്ങനെ ഇസ്ലാമോഫോബിക്കെതിരെ പറയുന്നു എന്നുള്ളത് ഒരു വേറിട്ട വ്യക്തി. അതെന്ത് തന്നെയായാലും എന്തുകൊണ്ട് യുക്തിവാദികൾ ഇസ്ലാമോഫോബ് ആകുന്നു എന്ന് പറഞ്ഞാൽ, ഈ യുക്തിവാദത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തെ ദൈവശാസ്ത്രപരം മാത്രം, അതായത് തിയോളജിക്കലി മാത്രം കാണുന്ന ഒരു പ്രവണതയുണ്ട്. സ്വാഭാവികമായും മതത്തിന്റെ ഒരു സോഷ്യോളജിക്കൽ വശമുണ്ട്, അതായത് സാമൂഹ്യ ശാസ്ത്രപരമായിട്ട് മതത്തെ കാണുക. അപ്പം ഞാൻ നമ്മുടെ കേരള നെറ്റ്വർക്ക് അഗൈൻസ്റ്റ് ഇസ്ലാമോഫോബിയ എന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ചർച്ച വന്നു. അപ്പൊ ആരിഫ് ഹുസൈനൊക്കെ ഒരു മനുഷ്യനെ പോലും പണിയടിക്കാൻ പറ്റില്ല, പക്ഷേ ജബ്ബാർ നടത്തുന്നത് കൃത്യമായ ഇസ്ലാമത വിമർശനമാണ്, അത് പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തിരുത്തി പറഞ്ഞു. കാരണം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആ ഗ്രൂപ്പിലെ തന്നെ മുസ്ലിം സുഹൃത്തുക്കൾ ജബ്ബാർ പറഞ്ഞിട്ടുള്ള ഇസ്ലാമോഫോബിക് സ്റ്റേറ്റ്മെന്റുകൾ തുറതുര കാണ്ടമായിട്ട് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അപ്പം ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. ഇവിടെ വ്യക്തികാലം മൊത്തം ഇസ്ലാമോഫോബ്. അത് ആവുന്നതിന്റെ കാരണം അവര് ഒന്ന് മതത്തെ ദൈവശാസ്ത്രപരം മാത്രമായി കാണുന്നു, സോഷ്യോളജിക്കലി കാണുന്നില്ല. ഇനി ഇപ്പം ഒരു ഉദാഹരണം പറയുന്നത്, ഇന്ത്യ ഒരു ഇസ്ലാമിക മതരാഷ്ട്രം നാളെ രാവിലെ 10 മണി മുതൽ ഇന്ത്യ ഒരു ഇസ്ലാമിക മതരാഷ്ട്രം ആകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, എങ്ങനത്തെ ഇസ്ലാമിക രാഷ്ട്രമായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ അഫ്ഗാനിസ്ഥാനുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇറാനുണ്ട്, ഇറാഖുണ്ട്, അസർബൈജാനുണ്ട്, അതായത് 99% മുസ്ലിങ്ങളുള്ള രാജ്യവും അവിടെ സെക്കുലർ ഭരണങ്ങളുള്ള രാജ്യവും, അങ്ങനെ പല രാജ്യങ്ങളുണ്ട്. അതായത് ഇതെല്ലാം ഈ എല്ലാ രാജ്യങ്ങളിലും സെനഗൽ അവിടെ 92% മുസ്ലിങ്ങളാണ്. പക്ഷെ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ ഒരു സോക്കോൾഡ് സെക്കുലർ, ഡബിൾ പോയിന്റ് വായിക്കണം, അങ്ങനത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സെനഗൽ. ഇത് ഏത് രാജ്യമായിരിക്കും
ഇന്ത്യ ഇരിക്കുക. ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായ ഏത് രാജ്യമായിട്ടായിരിക്കും ഇതിന് ഇന്നേ വരെ ഈ നിമിഷം വരെ ഞാനിവിടെ വരുന്നത് വരെ ഒരു യുക്തിവാദി എനിക്ക് ഉത്തരം വന്നിട്ടില്ല. കാരണം ഇസ്ലാം ഒരു നമ്മൾ പറയുന്നത് സെമിറ്റിക് മതമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ, കാരണം സോഷ്യോളജിക്കൽ എഫക്റ്റും ഉണ്ട്, ഇതിന്റെ മാനിഫെസ്റ്റേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആർക്കും വ്യക്തമാക്കാൻ പറ്റിയിട്ടില്ല ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായാൽ അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യപരമായ ചില പിന്നോക്കാവസ്ഥയുണ്ട്. സ്വാഭാവികമായും മതം മാനിഫെസ്റ്റ് ചെയ്യപ്പെടുക അതിന്റെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ കൂടി ചേർന്നിട്ടൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആധുനികതമായി കാണുന്ന പല കാര്യങ്ങൾ ഇത് ആധുനികമാണോ അല്ലയോ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരും. ഇതൊരു പ്രശ്നമാണ്. അപ്പൊ യുക്തിവാദത്തിന്റെ ഇസ്ലാമോഫോബിയ ആവുന്നതിന്റെ കാരണം ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് തിയോളജിക്കലി മാത്രം കാണുക, സോഷ്യോളജിക്കലി കാണാതിരിക്കുക എന്നുള്ളത് പ്രശ്നമുണ്ട്. ഇനി ഇസ്ലാമോഫോബിയെ കുറിച്ച് നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ചില യുക്തിവാദികളൊക്കെ ഉണ്ട്, ഞാൻ വലിയ ഇസ്ലാമോഫോബിയ വിരുദ്ധ യുക്തിവാദിയാണ്, വേറെ ആർക്കും ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില യുക്തിവാദം വന്നിട്ടുണ്ട്. അവരുടെ വാദം അനുസരിച്ച് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ആന്റി മുസ്ലിം റേസിസം അഥവാ മുസ്ലിം വിരുദ്ധ വംശീയത, അത് UN കണ്ടുപിടിച്ച എന്തോ മഹത്തായ സംഭവം എന്ന നിലയിൽ മാത്രമാണ് അവർ അവതരിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാദം അനുസരിച്ച് EA ജബ്ബാർ ഇസ്ലാമോഫോബ് അല്ല. കാരണം EA ജബ്ബാറിനെ ഇസ്ലാമോഫോബ് എന്ന് വിളിച്ചാൽ ഇസ്ലാമോഫോബ് ഡെഫിനിഷൻ തന്നെ മാറിപ്പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിനെ കാണുന്നത് ഒരു മുസ്ലിം വിരുദ്ധ വംശീയത മാത്രമായിട്ടാണ്. പക്ഷെ ഇന്ത്യയിലുള്ള ഇസ്ലാമോഫോബിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് കേവലമായ ഒരു മുസ്ലിം വിരുദ്ധ വംശീയത മാത്രമല്ല, അത് സ്വയം സംഘാടനം, സ്വയം നിർണയാവകാശം എന്നതും ഒരു ഘടകമുണ്ട്. അത് മുസ്ലിങ്ങൾക്ക് സ്വയം സംഘടിക്കാനും സ്വയം നിർണ്ണയിക്കാനും, അതായത് എന്റെ സ്വത്വം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് എനിക്ക് പറയാനുള്ള എന്റെ അവകാശം, അതായത് യുക്തിവാദിക്കുള്ള അവകാശം പോലെ തന്നെ അതേ അവകാശം മുസ്ലിങ്ങൾക്കും ഉണ്ട്. അതുപോലെ മുസ്ലിങ്ങൾ എന്ന നിലയിൽ ഒരു സംഘടന ഉണ്ടാക്കി ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടോ? ഈ അവകാശം ഇന്ത്യയിൽ ഇല്ല. അതായത് നമ്മൾ റേസിസത്തിന്റെ ഒരു വംശീയതയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അത് ഡിനയൽ ഓഫ് ബ്ലാക്ക് റൈറ്റ്സ്, അതായത് കറുത്ത വർഗ്ഗക്കാരുടെ അവകാശങ്ങളെ ലംഘിക്കുക, മാറ്റി നിർത്തുക എന്നതാണ് വംശീയതയുടെ ഒരു ഡെഫിനിഷൻ പറയുന്നത്. അതുപോലെ ഇവിടെ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ഈ ജനത്തെ സ്വയം സംഘടിക്കാനും സ്വയം നിർണ്ണയം നടത്താനുമുള്ള അവരുടെ അവകാശത്തെ ലംഘിക്കുക എന്നുള്ളതാണ് ഒരു ഇത്. പിന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ വേഴ്സസ് കളക്റ്റീവ്. അതായത് നമുക്കറിയാം നവനാസ്തികതയുടെ ഒരു മുന്നണി വാക്യമായിട്ട് പറയുന്നത് ഇൻഡിവിജ്വലിസമാണ്. ഇൻഡിവിജ്വൽ റൈറ്റ്, ഇൻഡിവിജ്വൽ മൈറ്റ് എന്നൊക്കെയുള്ള ഒരു സ്ഥാനം പറയും ഇൻഡിവിജ്വലിസം. അപ്പൊ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലിസത്തിന് ഒരു പരിമിതി. ലിബറലിസം എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയായിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പ്ലേസ് ചെയ്യും. ഇൻഡിവിജ്വൽ പ്ലേസ് ചെയ്യുമ്പോൾ അതായത് ഞാൻ പാവപ്പെട്ടവനായിട്ട് ഇരിക്കുന്നതിന്റെ കാരണക്കാരൻ ഞാനാണ് എന്നാണ് ഇൻഡിവിജ്വലിസം പറയുന്നത്. അതായത് ഞാൻ പണക്കാരനാവാത്തതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്, ഞാൻ അധ്വാനിക്കാത്തത് കൊണ്ടാണ് എനിക്ക് പൈസ ഉണ്ടാവാത്തത് എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ പ്രശ്നം. അതായത് ലിബറലിസം തിയോളജി അല്ല, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. ഇൻഡിവിജ്വലായിട്ട് കണക്കാക്കില്ല. അതായത് ഈ മുസ്ലിം ഒരു അഭിപ്രായം പറഞ്ഞാൽ എപ്പോഴും നേരെ പോണത് ഈ മുസ്ലിം ഇസ്ലാം സംഘടന. അതായത് ചിലപ്പോൾ അദ്ദേഹം ഒരു സംഘടന ഒരു പരിപാടി നടത്തി നോക്കിയ ഒരു പരിപാടി നടത്തും, സംഘടന പറയുന്ന പരിപാടി നടത്തുന്നു, ആ പരിപാടിയിലേക്ക് ഒരു മുസ്ലിം മദ്യപിച്ച് വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് വയ്ക്കാൻ. പക്ഷെ നമ്മൾ പറയണ്ട അവർ ഭയങ്കര മദ്യപാനികളാണ്, ഒരു മദ്യത്തിന് ഹറാമെന്നൊക്കെ പറയുകയും ചെയ്യുന്നത്. പക്ഷെ അതവിടെ ഒരു വ്യക്തിയാണ് ചെയ്തത്. പക്ഷെ അതേ സമയത്ത് ഒരു സവർണനാണ് എങ്കിൽ അതും ആ സവർണന്റെ അവകാശമായിട്ട് വരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ അഖിൽ മാറാണ് ഒരു പ്രസ്താവന പറഞ്ഞു, അതായത് വീട്ടിലെ പ്രസവത്തെ ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന പറഞ്ഞു, ഭയങ്കര തർക്കം, വഴക്ക്, കേസ് വരെ കൊടുത്തു. പക്ഷെ ഒരാളും അഖിൽ മാരാരുടെ സമുദായം ഏതാണ്, മതം ഏതാണ്, അദ്ദേഹത്തിന്റെ സംഘടന ഏതാണ്, ഒന്നും ആരും ചർച്ച ചെയ്തില്ല. അഖിൽ മാരാർ എന്ന വ്യക്തി പറഞ്ഞ അസംബന്ധമാണ്, അദ്ദേഹത്തിന് കേസ് എടുക്കണമെന്നുണ്ട്. കേസിന് പോയി വിമർശനങ്ങളായി ചർച്ച ചെയ്യാൻ തെരുവിളിയെ കുറവായി. പിന്നെ ആരൊക്കെ അഖിൽ ചെറിയൊക്കെ വിളിച്ചു, ഇതെല്ലാം ഭാഗമായിട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ ആണല്ലോ. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ആരും പറയും ഈ അഖിൽ മാരാറിന് പകരം അതൊരു മുഹമ്മദ് മുസ്തഫ എന്ന ഒരാളായിരുന്നുവെങ്കിൽ അവിടെ മതം ചർച്ചയാവും, സംഘടന ചർച്ചയാവും, പിന്നെ മതരാഷ്ട്രവാദമായി, ഭീകരവാദമായി, എന്തൊക്കെയായി. ഇപ്പൊ ഏറ്റവും വലിയ തമാശ, ഇടയ്ക്ക് ഇതുപോലെ മലപ്പുറത്ത് വീട്ടിലെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം നടന്ന ഒരു കുട്ടി മരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ഇതിൽ മതമില്ല എന്ന് പറയും. എന്തുകൊണ്ട് മതമില്ല, പക്ഷെ മതം ഉണ്ട് എന്ന് പറയും എന്തുകൊണ്ട് ഇസ്ലാമോഫോബിയ എഴുതിയപ്പോൾ ഇസ്ലാമോഫോബിക്ക് എതിരാണെന്ന് പറഞ്ഞ് ഇക്വാലെന്ന് ഏറ്റവും കൂടുതൽ തെറി വിളിച്ചത്. ഒരു വിശ്വാസിയെ എന്നെ തെറി വിളിച്ചില്ല, വിളിച്ചത് മൊത്തം ഇക്വാലായിരുന്നു എന്നുള്ളതാണ് ഒരു പദം പറയുകയാണെങ്കിൽ ഞാനൊരു ജിഹാദി കൂട്ടിക്കൊടുക്കാമെന്നാണ് എന്നാണ് പൊതുവെ ഇക്വാദം ഉണ്ടെന്ന് ഞാൻ അറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈ കളക്റ്റീവ് എന്ന് പറയുന്ന സാധനം. അപ്പൊ നമ്മൾ അറിയാം ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ ഇപ്പൊ ലിബറലിസത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആണ്. പക്ഷെ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യയിലുണ്ടോ? ഒരു ഇൻഡിവിജ്വൽ ഇവിടെ ജീവിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഇൻഡിവിജ്വൽ എന്നില്ല. നിങ്ങൾ ഏതെങ്കിലും കളക്റ്റീവിന്റെ ഭാഗമായിരിക്കും. അതിപ്പോ ഞാനൊരു വ്യക്തി എന്ന നിലയിൽ ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്, എന്റെ ഓഫീസിന്റെ ഭാഗമാണ്, ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു യാത്രക്കാരന്റെ ഭാഗമാണ്, ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഭാഗമാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് കളക്റ്റീവ്നെസ് ഉണ്ട്, ഒരുപാട് കളക്റ്റീവിന്റെ ഭാഗം. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ പറയാം. അപ്പം ഞാനൊരു അഭിപ്രായം പറയുമ്പോൾ അത് പ്രതീക്ഷ എന്ന ഇന്ത്യൻ സിറ്റിസൺ പറയുന്നതാണോ, വിദ്യാസംഘം തിരുവനന്തപുരം സംഘടനയുടെ ആർട്ടിക്കൽ മേഖലാ സെക്രട്ടറി പറയുന്നതാണോ, അതോ ആന്റി ഇസ്ലാമിക് ആക്ടിവിസ്റ്റായി പറയുന്നതാണോ, അങ്ങനെ ഏതാണ് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യും. പക്ഷെ ഒരു മുസ്ലിമിന് നമ്മൾ ഈ ഒരു സ്ഥാനം കൊടുക്കില്ല.
മുസ്ലിം ലീഗിൽ അയാൾ വ്യക്തി എന്നല്ല. ഇപ്പൊ ഈ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസം പഠിച്ചിറങ്ങിയ ആളാണ് സീദ് ദാവൂദ്. അപ്പൊ ഔട്ട് ഓഫ് ഫോക്കസ് മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുന്ന് ഇദ്ദേഹം ഒരു പറയുന്ന പ്രസ്താവന, അദ്ദേഹം ഈ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസം പഠിച്ചിറങ്ങിയ അതിന്റെ അടിസ്ഥാനത്തിൽ ജോലി വാങ്ങി മീഡിയ വണ്ണിൽ ഇരിക്കുന്ന സീദ് ദാവൂദ് എന്നാണ് പറയുന്നത്. സ്വാഭാവികം അവിടെ അഭിപ്രായം എന്ന് പറയുന്നത് ആസ് എ ജേർണലിസ്റ്റ് ആണ് നമ്മൾ അത് വിലയിരുത്തുന്നത്. പക്ഷെ അദ്ദേഹം ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗമാണ്. പക്ഷെ അത് അദ്ദേഹം ഷൂറ അംഗമായിരിക്കുമ്പോൾ വേറെ വേറെ കാര്യങ്ങൾ പറയുമല്ലോ. അപ്പൊ അത് പറഞ്ഞു. പക്ഷെ നമ്മൾ അത് പറയൂല. നമ്മൾ പുള്ളി ഇനി വീട്ടിൽ ഇരുന്ന് ചാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പൊതുവായിട്ട് ഒരു വ്യക്തി എന്നല്ലേ പറഞ്ഞാൽ അത് നേരെ അടക്കുമായിരിക്കും. ഇത് നമ്മൾ ഈ കാൽക്കുലസ് ആണ് കൊടുക്കുന്നത്. ഇതിന്റെ ഒരു പ്രശ്നമാണ്. ഇനി പൊതുവെ നമ്മൾ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം മതരാഷ്ട്രവാദികളാണ് എന്നുള്ളതാണ്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ഒന്ന്, ഒരു സംഘടന ഇവിടെ ഇന്ത്യയിൽ ഇതുവരെ മതരാഷ്ട്രം ഉണ്ടാകാനായിട്ട് നടക്കും. പക്ഷെ നമുക്കറിയാം ഏതൊരു വ്യക്തിക്കും പ്രപഞ്ചത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, തങ്ങൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ പോക്ക് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് കാഴ്ചപ്പാട്. അപ്പൊ എനിക്കൊരു കാഴ്ചപ്പാടുണ്ടാവും, നിങ്ങൾക്കും ഒക്കെ കാഴ്ചപ്പാട്. പ്രപഞ്ചം, സമൂഹം, രാജ്യം, നമ്മുടെ രാജ്യം എങ്ങനെ പോകണം എന്ന് നിങ്ങൾക്കൊരു അഭിപ്രായം, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവും. അത് എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇവിടെ മുസ്ലിമിന് അത് കൊടുക്കുന്നില്ല എന്നതാണ് ഇസ്ലാമോഫോബിയുടെ മാനിഫെസ്റ്റേഷൻ. കാരണം അതൊരു ദേശീയത, അതൊരു പ്രമുഖ ദേശീയത എന്നൊരു ആശങ്ക കൂടെയാണ്. മുസ്ലിങ്ങൾ ഒരുമിച്ചിരുന്ന ചിലപ്പോൾ മതരാഷ്ട്രം ഉണ്ടായിക്കളയും, തീവ്രവാദ പ്രവർത്തനം നടത്തുകയോ പോകപ്പെടുകയോ എന്നുള്ള ഒരു ദേശീയതയുടെ ഒരു ആശങ്കയാണ്. ഇതിന് പക്ഷെ ഒരു എവിഡൻസും ഇല്ല. ഇപ്പൊ അത് ചെയ്തിട്ട് ഒരു എവിഡൻസും ഇല്ല. അപ്പോ പക്ഷെ എവിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ നമുക്ക് മുസ്ലിങ്ങളെ കുറിച്ച് പറയാം ഒരു എവിഡൻസ് വേണ്ട എന്നുള്ളതാണ് അതിന്റെ യുക്തിവാദത്തിന് മറ്റൊരു മാനിഫെസ്റ്റേഷൻ. അപ്പം ഇനി വേറൊരു സാധനമുണ്ട്. അതായത് RSSനെ പോലെ തന്നെ തുല്യമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത്. ഞാനിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ന്യായീകരിക്കുന്നല്ല ഞാൻ പറയുന്നത്, അതിന്റെ ലോജിക്കൽ ഇത് പറയാനാണ്. പക്ഷെ RSS അല്ലെങ്കിൽ ഹിന്ദു ഫാഷിസം മുന്നോട്ട് വയ്ക്കുന്ന ഒരു മതരാഷ്ട്രമല്ല, അതൊരു ജാതി രാഷ്ട്രമാണ്. ജാതി രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവിടെ മനുഷ്യർ തുല്യരല്ല. ചില മനുഷ്യർ മുന്തിയ ആൾക്കാർ, അത് നമ്മൾ പറയുന്നത് അസെൻഡിങ് ഓർഡറിലേക്ക്, അതായത് താഴെ മുകളിലോട്ട് പോകുമ്പോൾ അവരെ ആദരവും, മുകളിൽ നിന്ന് താഴോട്ട് പോകാൻ തോറും അത് അവജ്ഞയുടെ മാറ്റി നിർത്തരും. അത് അസെൻഡിങ് ഓർഡർ ഓഫ് റെവറേഷൻ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ ഓഫ് കണ്ടംപ്റ്റ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത്. ഇതാണ് അവരുണ്ടാക്കുന്ന മതരാഷ്ട്രവാദം. ഇനി പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇനി അഥവാ ഇൻ കേസ് ഒരു മതരാഷ്ട്രം ആകുന്നു, ഇപ്പൊ ഇസ്ലാമിക ആസ് ആൻ ഐഡിയോളജി, ആസ് എ തിയോളജി ആയിട്ടുള്ള രാജ്യത്തിന്റെ പോളിസി ഇതായിരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനിച്ചാൽ ഒരു രാഷ്ട്രം, അതിന് മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രമായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ മനുഷ്യരെല്ലാം തുല്യരാണ്. പിന്നെ പക്ഷെ ഹിന്ദുവിന് മനുഷ്യർ തുല്യരല്ല. മാത്രമല്ല അസമത്വം പ്രകൃതി നിയമമാണ് ഹിന്ദുവിൽ. അപ്പം ഇതാണ് പൊതുവായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ മുസ്ലിം സംഘടനകൾ എന്ത് ചെയ്യണം, മുസ്ലിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കൂടുതൽ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നത് കുറച്ചത് കൊണ്ടോ ഒന്നും ഇസ്ലാമോഫോബിയ ഇല്ലാതാവില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയയുടെ പെർപെട്രേറ്റേഴ്സ് അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ഒരിക്കലും മുസ്ലിങ്ങളല്ല എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഇപ്പൊ റമദാൻ മാസത്തിലൊക്കെ ഒരുപാട് നോമ്പ് ഇഫ്താറാണ് നടത്തും. ഞാനൊക്കെ അങ്ങനെ 2024 തൊട്ട് സ്ഥിരമായിട്ട് ഞാൻ പല സംഘടനകളുടെ ഇഫ്താർ പങ്കെടുക്കുന്ന ഒരാളാണ്. ഇതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ഇത് ഞാൻ നടത്തി എന്നത് കൊണ്ട് ഇസ്ലാമോഫോബിയ ഒന്നും ഇല്ലാതാവില്ല. അതൊക്കെ നമുക്ക് കൂടി ഇരിക്കാൻ സന്തോഷം, ഇറങ്ങിയാൽ ഫുഡ് കഴിച്ച് പിരിയും. ഇതല്ലാതെ ഇതൊക്കെ ഭാഗമാണ്. ഇതെല്ലാം ഇത് വേണ്ടാന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. പക്ഷെ ഇത് ചെയ്തതുകൊണ്ട്, ഈ നന്മ ചെയ്തതുകൊണ്ടൊന്നും ഇല്ലാതാവില്ല എന്നുള്ളതാണ്. അത് മറ്റുള്ളവർക്ക്, അതായത് ഞാൻ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന വികാരമല്ല ഇസ്ലാമോഫോബിയ. എനിക്ക് ആ തോന്നലിലേക്ക് എന്നെ നയിക്കുന്ന ചിന്ത എന്താണോ അതാണ് ഇസ്ലാമോഫോബിയ. അത് ഞാൻ ഇസ്ലാമോഫോബിയ ആയതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ പേടി തോന്നുന്നത്. ഞാൻ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ പേടി തോന്നില്ല. അതായത് ആ പേടിയല്ല, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ പേടിയല്ല ഇസ്ലാമോഫോബിയ. എന്നെ ആ പേടിയിലേക്ക് നയിച്ചത് എന്താണോ അതാണ് ഇസ്ലാമോഫോബിയ. അത് ഈ പറഞ്ഞ പോലെ ഒരു മുസ്ലിം വിരുദ്ധ വംശീയത വെറുപ്പ്, ഇതാണ് എത്തിയത്. അപ്പൊ അതിന് മുസ്ലിങ്ങളാ ഞാൻ തീരുമാനിക്കണം, ഞാൻ തിരിച്ചറിയണം എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒന്ന് ഇതുപോലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കുക. ഇനി നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് ഇസ്ലാമോഫോബിയ തിരിച്ചറിയുകയും അത് പ്രവർത്തിക്കാൻ പറയാൻ പറ്റാതെ, കാരണം ഇസ്ലാമോഫോബിയ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് ആന്റി ഇസ്ലാമോഫോബിയ ആവുക അത്ര എളുപ്പമല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മളറിയാം, ഇപ്പൊ അനൂപ് ബിയാർ എന്ന വ്യക്തി ഇസ്ലാമോഫോബിയെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള മനുഷ്യനാണ്. കൃത്യമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ അറിയാവുന്നത്. പക്ഷെ അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ, ഒരു വ്യക്തിക്കെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ ഉപയോഗിച്ച ടൂളുകൾ മൊത്തം ഇസ്ലാമോഫോബിയാണ്. അതാണ് എന്റെ പ്രശ്നം. അത് ഈ കക്ഷി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതിന്റെ ഒരു പ്രശ്നങ്ങളാണ്. കാരണം കക്ഷി രാഷ്ട്രീയം വർക്ക് ചെയ്യുന്നത് ഇസ്ലാമോഫോബിയയിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അത്രയും അറിവുള്ള ആൾക്ക് പോലും അത് മറികടന്നുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. അപ്പം ഈ മുസ്ലിം സംഘടനകളും മുസ്ലിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം ഇതുപോലെ കൊണ്ടുവന്ന് മീറ്റിംഗ് നടത്തുക, കൂട്ടായ്മകൾ ഉണ്ടാകാം. ഇപ്പോ കേരളത്തിന്റെ വടക്ക് കുറച്ചുകൂടിയൊക്കെ നമ്മൾ കുറെ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലല്ല, നല്ല നറേറ്റീവ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ഒരുപാട് ഫ്രെയിം വർക്കുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറവാണ്. പക്ഷെ അതില് പൊതുവെ നമ്മൾ എന്റെ ഒരു വിലയിരുത്തലിനായിട്ട് ഞാൻ പറയാൻ ശരിയാവാൻ പറ്റാവാം.
കേരളത്തിന്റെ തെക്കോട്ട് കുറച്ചുകൂടി കമ്മ്യൂണിറ്റി ഓറിയന്റേതാണ് ഇവിടുത്തെ സംഘടനാ പ്രവർത്തനം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വടക്കോട്ട് കമ്മ്യൂണിറ്റി ലീഡർഷിപ്പും ഉണ്ട്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലും കുറച്ചുകൂടി പൊളിറ്റിക്കലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രത്യേക സംഘടനയ്ക്കെതിരെ അഭിപ്രായം വിമർശനം വരുമ്പോൾ എല്ലാവരും അത് ഇരിക്കുന്നവർ ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ അവിടെ ഈ പറഞ്ഞ നിങ്ങൾക്ക് അങ്ങനെ ഒരു വടക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മളിതിപ്പോൾ ഈ ഒരു സംഘടന നിങ്ങൾ ഏറ്റെടുത്തല്ലോ, ഈ വിഷയം ഏറ്റെടുക്കുകയും നമ്മൾ ഇതിൽ ചർച്ചകളൊക്കെ നടക്കുക, പഠിക്കുക. പിന്നെ ഒരിക്കലും മുസ്ലിങ്ങൾ വാഹകരാണ്. ഇപ്പൊ നമ്മൾ സ്ത്രീ വിരുദ്ധരായ സ്ത്രീകളുള്ളതുപോലെ, ദളിത് വിരുദ്ധരായ ദളിതരുള്ളതുപോലെ, ക്യൂർ വിരുദ്ധരായ ക്യൂർ ഉള്ളതുപോലെ ഇസ്ലാം ഫോബിയുള്ള മുസ്ലിങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഫോബിക്ക് മുസ്ലിങ്ങൾ കാരണമല്ല, നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. പക്ഷെ ചില മുസ്ലിങ്ങൾ അങ്ങനെയൊക്കെ പറയും, നമ്മുടെ കൊണ്ട് പ്രവൃത്തി കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആവുന്നത്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല. ഞാനത് ആയതുകൊണ്ട്, പക്ഷെ നിങ്ങളെ പ്രവൃത്തി ഞാൻ ഉപയോഗിക്കും. നിങ്ങളെപ്പോഴും എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കളമശ്ശേരി ഭീകരാക്രമണം നടന്ന സമയത്ത് ഇവിടെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, മുസ്ലിം ആകരുതെന്ന്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന്, ഒരു മുസ്ലിം ആണെന്ന് ചോദിക്കുക. സോ അതിന് നമ്മുടെ രാജ്യം ഇതിൽ കുറെ ശിക്ഷകളൊക്കെ കൊടുത്തു, നിയമത്തിൽ പല കാര്യങ്ങളാണ്, അത് ചെയ്ത് കൊടുക്കുക. അത് ബാക്കിയുള്ള മുസ്ലിം എന്ത് ചെയ്യണം, പാട്ട് തേടും. അതുകൊണ്ട് തന്നെ അങ്ങനെ. പക്ഷെ അത് ഇതും ഒരു മുസ്ലിമിന്റെ ഗതികേടാണ്, എനിക്കിരുന്ന് പറയാം. പക്ഷെ അതും ഒരു മുസ്ലിമിന്റെ ഗതികേട് കൂടിയാണ്. അത് ഈ പറഞ്ഞ സമൂഹം അതിന്റെ ഇസ്ലാമിക മാനിഫെസ്റ്റേഷൻ നിൽക്കുക. അപ്പൊ നമ്മൾ ഈ കൂട്ടായ്മ ഉണ്ടാക്കുക. ഞാൻ പറയുന്നത് കേവലം തെക്ക് ഇപ്പൊ അത്തരം കൂട്ടായ്മയുടെ കുറവാണ്. അപ്പൊ മാത്രമല്ല ഈ നറേറ്റീവ്സും എല്ലാവരും പക്ഷെ ഒരുവിധം ഈ മുസ്ലിം വിരുദ്ധ വംശീയത എന്നുള്ള പോയിന്റ് അംഗീകരിക്കും. മുസ്ലിങ്ങളെ നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല. പക്ഷെ മുസ്ലിങ്ങൾ അങ്ങനത്തെ ഒരു നമ്മളെല്ലാവരും കൂടി കൂടി സംരക്ഷിക്കപ്പെടേണ്ട സംഘടനയൊന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെന്നെ വിളിച്ചു, ഞാൻ ഇവിടെ സംസാരിച്ചു. ഞാൻ നാളെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ തന്നെ വിമർശിച്ചാലും അത് നിങ്ങൾക്ക് എന്നെ സംരക്ഷിക്കുന്ന ഒരു ബാധ്യത നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് എന്നെ തിരിച്ചു തന്നെ വിമർശിക്കാൻ പറ്റണം. നീ പറഞ്ഞത് ശരിയല്ല, തെറ്റാണ് എന്ന് പറയാൻ പറ്റണം. അല്ലാതെ ഞാൻ ഇസ്ലാമോബിക്കെതിരെ നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് എന്നെ ഞാൻ എന്ത് പറഞ്ഞാലും ഉണ്ടാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അത് കാരണം ഞാൻ ആകാശത്ത് പൊട്ടിമുളച്ചത് നിങ്ങളെ രക്ഷിക്കാൻ വന്ന ഒരു മാലാകയല്ല. ഞാനും മനുഷ്യനാണ്. കാരണം എന്റെ നിലനിൽപ്പ് പോലും ഇസ്ലാമോബ വിരുദ്ധമായ സമൂഹത്തിലെ എന്റെ നിലനിൽപ്പുള്ളൂ. കാരണം അല്ലെങ്കിൽ എന്റെ മുൻതലമുറകളൊക്കെ വഴി നടക്കാൻ പറ്റാതെ മാറ്റി നിർത്തപ്പെട്ടവരാണ്. അപ്പൊ അവരെ എല്ലാം നമ്മൾ ഇന്ന് ഒന്നിച്ച് ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ഇസ്ലാമോബിയാണ്. അപ്പൊ ഇസ്ലാമോബി ഇല്ലാതാണെങ്കിൽ എനിക്ക് സ്വസ്ഥമായി നടക്കണമെങ്കിൽ ഇസ്ലാമോബി ഇല്ല. അതുകൊണ്ടാണ് ഞാനൊരു ആന്റി ഇസ്ലാമിക് ആക്ടിവിസമായത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഉറങ്ങി എഴുന്നേറ്റ് കൊണ്ട് വെറൈറ്റി സബ്ജക്ട് പിടിച്ച് പത്തൊരു അറിയുന്ന ഒരു സംഭവം തുടങ്ങാമെന്ന് തുടങ്ങിയൊന്നുമല്ല. കാരണം എനിക്കറിയാം എനിക്ക് വരാൻ പോകുന്ന എന്റെ അടുത്ത തലമുറയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആന്റി ഇസ്ലാമോബിയിലാണ്. അത് ഒരു ഇസ്ലാമോബിയ വിരുദ്ധ സമൂഹത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ ഇവിടെ ക്ഷണിച്ച ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു ടോക്ക് കൂടി നടന്നിട്ട് നമ്മുടെ ചർച്ചകൾ ഉണ്ടാവുക. അടുത്തത് നമ്മുടെ ലിബറലിസവും യുക്തിവാദവും തജ്ജന്യമായ ഇസ്ലാമോഫോബിയ തുടങ്ങിയ വിഷയങ്ങളെ ആസ്വദിച്ച് ബഹുമാന്യനും ആദരണീയനുമായ ഏറെ ചെറുപ്പമാണ്, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട്, സംസാരങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ ബഹുമാന്യനായ റഷീദ് ഹുദവി ഏലംകുളം അദ്ദേഹമാണ് ആ ചർച്ചയ്ക്ക് പ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, ഒരു സാമൂഹിക വിശകലന സൈദ്ധാന്തികനെ പോലെ വളരെ വ്യക്തമായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് ബഹുമാന്യരായ പ്രതീഷ് ബി ഇവിടെ വിശദീകരിക്കേണ്ടായി. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും അത് റെക്കോർഡ് ചെയ്ത് വെച്ച് അത് വരികൾക്കിടയിലൂടെ വായിക്കണം. അങ്ങനെ കേട്ടിരുന്നിട്ടാണ് പോയാൽ മതിയാവില്ല. കാരണം സോഷ്യൽ മീഡിയയുടെ ആഴങ്ങളിൽ മുങ്ങിത്തപ്പുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞ കേരള നെറ്റ്വർക്ക് അഗെയിൻസ്റ്റ് ഇസ്ലാമോഫോബിയ എന്നുള്ള ആ ഒരു ഗ്രൂപ്പിൽ ഞാനുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഞാൻ കാണാറുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് ഇസ്ലാമോഫോബിയ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നതല്ല, അതിൻ്റെ പെർപെട്രേറ്റേഴ്സ് പുറത്തുനിന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്ത് നന്നാക്കാമെന്ന് വിചാരിച്ചാലും ആസ് എ പൊളിറ്റിക്കൽ അനലിറ്റിക്കൽ കാറ്റഗറി അത് നമുക്ക് അതിനെ തകർക്കാൻ പറ്റണമെന്നില്ല. അതിനെ ഒരു പ്രത്യേക വിശകലന വർഗമായി മാറ്റിവെച്ചിട്ട് തന്നെ വിശദീകരിക്കുകയാണ് ചെയ്തത് പ്രതീക്ഷ. അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ധാർമ്മികമായ ഒരു തിന്മ എന്നതിനപ്പുറം അതെങ്ങനെ ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ വിശ്വാസപരമായി ആളുകളോട് നന്നായി പെരുമാറണം എന്നൊക്കെ കൽപ്പിക്കപ്പെട്ട ആളുകളാണ്. പക്ഷെ അതേസമയം അതുകൊണ്ട് മാത്രം ഇസ്ലാമോഫോബിയയുടെ രാഷ്ട്രീയമായ
പിന്നെ എല്ലാ ആസ്പെക്ട്സും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതിനെ വേറെ തന്നെ ഒരു കാറ്റഗറി ആയിട്ട് മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലായത്. യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ ഒരു മുസ്ലിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ട ഒരു ടൂൾ ആക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ വ്യക്തിപരമായി വിചാരിക്കുന്നില്ല. അതായത് ഇസ്ലാമോഫോബിയ എന്ന പ്രശ്നത്തെ മനസ്സിലാക്കുകയും എന്നിട്ട് ആരുടെ അടുത്തു നിന്നെല്ലാമാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് അതിനെതിരെ ഒരു നീക്കം നടത്തുകയും അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചേക്കാം എന്ന് മനസ്സിലാക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും വലിയൊരു അളവോളം ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക ഫാബ്രിക്കിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിയോളജി ഉണ്ട്, അവർക്ക് ജീവിതത്തിലെ ഐഹികമായി അവർക്ക് വന്നു വീഴുന്ന വെല്ലുവിളികൾ അതിനെ ടാക്കിൾ ചെയ്യാനുള്ള വ്യത്യസ്തമായ മെക്കാനിസം അവർക്കുണ്ട്. അതിലൊന്ന് രാഷ്ട്രീയമായ സാക്ഷരതയാണ്. അത് സംബന്ധമായിട്ട് അവർക്ക് മനസ്സിലാക്കാം എന്താണ് ഇസ്ലാമോഫോബിയ, എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് എൻലൈറ്റൻമെന്റ് യുക്തി. പ്രതീഷ് സാർ ഇവിടെ പറഞ്ഞു എങ്ങനെയാണ് മതം സാമൂഹികമായ പബ്ലിക് മേഖലയിലേക്ക് മതം ഇടപെടാൻ പാടില്ല എന്ന യുക്തി എങ്ങനെയാണ് ലോകത്ത് സ്പ്രെഡ് ചെയ്യപ്പെട്ടത്. അതിനനുസരിച്ച് നമ്മളൊക്കെ അത് വിശ്വസിച്ചു, ചുറ്റുമുള്ള സമൂഹം അത് വിശ്വസിച്ചു. അപ്പോൾ എൻലൈറ്റൻമെന്റ് യുക്തി എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട. എൻലൈറ്റൻമെന്റ് യുക്തി എന്ന് പറയുമ്പോൾ ഫ്രറ്റേണിറ്റി, ലിബർട്ടി, ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം വന്ന കുറെ മൂല്യങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് അത് പിന്നീട് മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതി ചെയ്യപ്പെടുകയും ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ടൊരു മനുഷ്യന് ആവശ്യമുള്ള സാർവലൈംഗിക യുക്തികൾ, മൂല്യങ്ങൾ എന്തെല്ലാമാണ് എന്ന രീതിയിൽ നമ്മളത് പഠിക്കുകയും ചെയ്യും. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതാണ് അല്ലെ? മനുഷ്യരെ വിമോചിപ്പിക്കാനുള്ള മൂല്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഫ്രറ്റേണിറ്റി, ലിബർട്ടി, ഈക്വാലിറ്റി ഒക്കെയാണ്. സ്വാതന്ത്ര്യം, അതുപോലെ തുല്യത ഒക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഒരളവോളം സ്വാതന്ത്ര്യവും തുല്യതയൊക്കെ മനുഷ്യർക്ക് വേണം, അതിൽ നമുക്ക് തർക്കമില്ല. പക്ഷെ അതാണ് മനുഷ്യനെ നിർണ്ണയിക്കുന്ന, അവന്റെ സാമൂഹിക ജീവിതത്തെ അതിന്റെ കെട്ടുപാടുകളിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്ന ഒരേ ഒരു മൂല്യങ്ങൾ എന്നാണ് നമ്മളൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയതും. പക്ഷെ അതേസമയം ലിബറലിസത്തെ കുറിച്ച് പറയാനുള്ളത് മുസ്ലിങ്ങൾക്ക് അവരുടെ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് സൊസൈറ്റിയാണ് മുസ്ലിങ്ങൾക്ക്. അവർക്ക് അവരുടെ ധാർമ്മികമായ ചില കൺസേൺസ് ഒക്കെ ഉണ്ടാവും. ലിബറലിസം എങ്ങനെയാണ് അവരിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് മറ്റൊരു വീക്ഷണമുണ്ട്. അതിലൊന്ന് ലിബറലിസത്തിന്റെ ഒരു യുക്തി ഇങ്ങനെ തന്നെയാണ്, ഇൻഡിവിജ്വലിസമാണ്. അപ്പൊ വ്യക്തിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ശൈലിയാണ് അതിനകത്തുള്ളത്. വ്യക്തി എന്ന് പറയുമ്പോൾ ഞാൻ ടീനേജേഴ്സിനോടൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഈ ഫ്രീഡം എത്രത്തോളം ലിബറലിസത്തിൽ പ്രധാനമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ ഉമ്മയോട്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയോട്, ഇപ്പൊ കൊല്ലത്ത് തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ മറ്റൊരു സ്ഥലത്ത് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയോട് പറയണം എന്ത്, ഐ എം ഫെഡ് ഓഫ് യു, ഐ ഗോ ടു ഗോ, ഐ എം എ ഗേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവോ? എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, മൈ ബോഡി മൈ ചോയ്സ്. അമ്മയോട് അച്ഛൻ പറയണം ഞാനൊരു ഗേ ആണ്, എനിക്ക് പോകണം, അതെന്റെ സ്വാതന്ത്ര്യമാണ്. ഭരണകൂടം ഒരിക്കലും അതിനെ എതിർക്കാൻ സാധ്യതയില്ല, കാരണം വ്യക്തിപരമായിട്ട് ഓരോരുത്തർ സ്വതന്ത്രരാണ്. ഈ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികളൊക്കെ അത് ശരിയാവില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെ തിരഞ്ഞെടുക്കാൻ, ഇണയെ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ലിബറലിസം നമുക്ക് നൽകുന്നുണ്ട്. അതേസമയം എപ്പോ വേണമെങ്കിലും ആ സ്പൗസിനെ ഒഴിവാക്കി പുതിയൊരാളിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യവും നൽകുന്നുണ്ട്. അപ്പൊ ഇസ്ലാം അതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. അത് ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്ലഷർ, ഒരു താൽക്കാലികമായി നിൽക്കുന്ന ആനന്ദവുമായി ബേസ് ചെയ്തിട്ടല്ല ഇസ്ലാമിൽ ജീവിതം നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് അതിന് കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അവസരമായിട്ട് ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആസ്പെക്റ്റുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭാര്യ നമ്മോട് മോശമായി പെരുമാറി, അല്ലെങ്കിൽ ഒരു ഭാര്യയോട് ഭർത്താവ് മോശമായി പെരുമാറി, അല്ലെങ്കിൽ ഭർത്താവിനോട് ഭാര്യ മോശമായി പെരുമാറി. അപ്പോ ഒരു സിംഗിൾ ആംഗിളിലൂടെ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യനെ അടിച്ചമർത്തുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളൊരു സിംഗിൾ ആംഗിൾ അതിനെ കാണാം. അതേസമയം ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ മക്കളുടെ ഉമ്മയാണ്, അല്ലെങ്കിൽ ഇതെന്റെ ഭർത്താവാണ്, എന്റെ മക്കളുടെ അച്ഛൻ വാപ്പയാണ്, അതുകൊണ്ട് എനിക്ക് അള്ളാഹു ഏകിയ ഭർത്താവ് ഇതാണ്, ഇദ്ദേഹത്തിന്റെ നല്ല കാര്യങ്ങൾ ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹമായി കാണുകയും ഇദ്ദേഹത്തിന്റെ മോശം സ്വഭാവങ്ങൾ ഞാൻ സഹിക്കുകയും ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു രീതിയിൽ ബന്ധങ്ങൾ ഒരിക്കലും പ്ലഷർ ബേസ്ഡ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ ബന്ധങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്നു. അതുപോലെ സാമൂഹികമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ കാണുന്നു.
ഓഫ് കോഴ്സ് മനുഷ്യനാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവന് മോശം സ്വഭാവങ്ങൾ ഉണ്ടാവും, അതിലൊരു തർക്കമില്ല. അതേസമയം അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഭാര്യയോട് നല്ല നിലയ്ക്ക് പെരുമാറുന്നവനാണ്. ഭാര്യയോട് ഡീസന്റ് ആവുന്നവർ വളരെ അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. നാട്ടുകാരോട് ഡീസന്റ് ആവാം, കാരണം അല്ലെങ്കിൽ തടി കേടാവുന്ന പ്രശ്നമാണ്. പക്ഷെ സ്വന്തം ഭാര്യയോട് ഡീസന്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഭാര്യ എന്നെ വിട്ടുപോലാ നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്, എല്ലാ പുരുഷനും ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ അത് പാലിക്കാത്തത് കൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ പുതിയ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ കുട്ടികൾ അതിലേക്ക് പോകുന്നത്. എന്താണോ ഇസ്ലാമികമായ കുടുംബജീവിതത്തിൽ നടക്കേണ്ടത് അത് കൃത്യമായിട്ട് മുസ്ലിം പുരുഷന്മാർ പാലിക്കാതിരിക്കുകയും അവരുടെ അകത്തുള്ള ആനിമൽ സോൾ, അവരുടെ അകത്ത് അവരെ മൃഗപ്പെടുത്താനുള്ള ചില സംഭവങ്ങളുണ്ട്, അത് ഭാര്യയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ അവർ പ്രവർത്തിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യം, തുല്യത തുടങ്ങിയ വാക്കുകൾ കേട്ടിട്ട് അതിന്റെ മോഹനമായ ലോകത്തേക്ക്, ബന്ധങ്ങളില്ലാത്ത, മറ്റു ലോയൽറ്റികളില്ലാത്ത, അവനവന്റെ സന്തോഷവും അവനവന്റെ ആനന്ദവും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ലോകവീക്ഷണമായ ലിബറലിസത്തിലേക്ക് അവർ മാറിപ്പോകാനുള്ള ഒരു കാരണം അതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ലിബറലിസം പല സമൂഹങ്ങളെയും ഡിഫറെന്റ് കൺസ്ട്രെയിൻസിൽ ജീവിക്കുന്ന ആളുകളെ ഡിഫറെന്റ് ആയിട്ടാണ് ടാക്കിൾ ചെയ്തതെന്ന് കാണാം, ഇടപെട്ടതെന്ന് കാണാം. ഇപ്പൊ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ജാതീയമായ വേർതിരിവുകളിലും അതുപോലെ വിവേചനങ്ങളിലും കൊടിയ പീഡനങ്ങളും ഒക്കെ സഹിച്ച് ജീവിക്കുന്ന ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ലിബറലിസം വളരെ വിമോചനത്തിന്റെ ഉണർത്തുപാട്ടായിരുന്നു. കാരണം ആ തരത്തിലുള്ള എല്ലാ അതോറിറ്റികളെയും ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ടാണ് ലിബറലിസം വരുന്നത്. ഇവിടെ കമ്മ്യൂണിസം വന്നപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ആളുകൾ അവരുടെ മതത്തിന്റെ അകത്തു നിന്നും അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു, എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് സഹിച്ചിരുന്നു, ഇന്നിപ്പോ അങ്ങനെയൊന്നുമില്ല, നാട് മാറി, ലിബറലിസം അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾ വന്നു, ഞങ്ങളൊക്കെ കുറച്ച് ലിബറലായി, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മൾ കേൾക്കാം. പക്ഷെ അത്ര ലാഘവത്തോടെ മുസ്ലിങ്ങൾക്ക് അത് പറയാൻ കഴിയില്ല. കാരണം മുസ്ലിങ്ങൾക്ക് ഈ ഒരു മൂല്യവ്യവസ്ഥ, അതായത് മനുഷ്യനെ ഒപ്രസ് ചെയ്യരുത് എന്നും മനുഷ്യർ പരസ്പരം ചൂഷണം ചെയ്യരുത് എന്നൊക്കെയുള്ള ഈ ഒരു മൂല്യവ്യവസ്ഥ മുസ്ലിങ്ങൾക്ക് അവരുടെ അകത്ത് തന്നെ, അവരുടെ തിയോളജിയിൽ തന്നെ ഉള്ളതാണ്. അവർക്കിത് പുറത്തുനിന്ന് ഇറക്കേണ്ട ആവശ്യമില്ല. അവരുടെ അകത്ത് തന്നെ സജീവമായിട്ട് പാലിക്കേണ്ട കാര്യങ്ങളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും മറ്റു മഹാന്മാരുടെ ജീവിതത്തിലും മറ്റു നമ്മുടെ എല്ലാ ഡോക്ട്രീൻസിലും നമുക്ക് കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് പുറത്തുനിന്ന് ഇറക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചില സമുദായങ്ങൾക്ക് വിമോചന തത്വശാസ്ത്രമായിട്ട് കമ്മ്യൂണിസത്തെ ഉപയോഗിക്കേണ്ടി വരും, ചില സമുദായങ്ങൾക്ക് വിമോചന തത്വശാസ്ത്രമായിട്ട് ലിബറലിസത്തെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ മുസ്ലിങ്ങൾക്ക് അവരുടെ തിയോളജി സൂക്ഷ്മമായി പഠിച്ചാൽ അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ടോളറൻസ് എന്നുള്ള വാക്ക് അറബിയിൽ അതിന് സമാനമായ ഒരു പദം മോഡേൺ പെർസ്പെക്റ്റീവിൽ ടോളറൻസ് ഉപയോഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഹാർമോണിയസ് ലിവിംഗ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് പോലെ അറബിയിൽ ഒരു പദപ്രയോഗം കാണാൻ സാധ്യമല്ല. പക്ഷെ അതേസമയം മുസ്ലിം സമൂഹങ്ങൾ, മുസ്ലിം നാഗരികതകൾ ഈ പറഞ്ഞ ഇന്ന് ടോളറൻസ് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത്, മനുഷ്യർ പരസ്പരം എല്ലാ മതങ്ങളും ബഹുമാനത്തോടെ ജീവിക്കുക എന്നുള്ള ഒരു സംഭവം നടപ്പാക്കിയ ഖിലാഫത്ത് അടക്കമുള്ള എല്ലാ സിവിലൈസേഷനുകളിലും അത് നടപ്പാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും, തീർച്ചയായിട്ടും കാണാൻ കഴിയും. അപ്പോ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ജീവിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻലൈറ്റൻമെന്റ് യുക്തിയാണ്. എന്താണ് എൻലൈറ്റൻമെന്റ് യുക്തി എന്ന് പറഞ്ഞാൽ? ലിബറൽ ഡെമോക്രാറ്റിക് ഒരു ജീവിത വീക്ഷണമുണ്ട്. അത് ലിബറലിസത്തിന് രാഷ്ട്രീയമായതും സാമൂഹികമായതും ധാർമ്മികമായതും സാമ്പത്തികവുമായതൊക്കെ ഒരു വീക്ഷണം ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയ ഒരു ലോകവീക്ഷണമാണ് ലിബറലിസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ രാഷ്ട്രീയമായ രൂപമാണ് നമ്മുടെ നാട്ടിലെ ദേശരാഷ്ട്രങ്ങൾ, നാഷൻ സ്റ്റേറ്റുകൾ. പിന്നെ അതിന്റെ ഒരു സാമ്പത്തിക രൂപമാണ് ക്യാപിറ്റലിസം. അത് ഒരു വ്യക്തിക്ക് എത്രയും സമ്പാദിക്കാം അല്ലെങ്കിൽ എത്രയും ലാഭം ഉണ്ടാക്കാം എന്ന അർത്ഥത്തിൽ ഒരു വ്യക്തിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം, മുതലാളിത്ത വ്യവസ്ഥ. അതിൽ ധാർമ്മികമായ രീതിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഓരോ വ്യക്തിക്കും അവന്റെ നന്മതിന്മകൾ അവന് തീരുമാനിക്കാം എന്നുള്ള സംഭവമാണത്. അപ്പൊ ഈ പല മേഖലകളിലും ബഹുമുഖമായിട്ട് നിലകൊള്ളുന്ന ഒരു സംഭവമാണ് ഈ ലിബറലിസം. ഞാൻ ആ ഉദാഹരണം നേരത്തെ പറഞ്ഞത്. ഇപ്പോ ഓരോ വ്യക്തിക്കും, ഇപ്പൊ നിങ്ങളൊരു വ്യക്തിയാണ്, നിങ്ങൾ ഓരോരുത്തരൊരു വ്യക്തിയാണ്, നിങ്ങൾ കച്ചവടം ചെയ്യുന്നവരാണ്. കച്ചവടം ചെയ്യുന്നത് എന്തിനാണ്? ലാഭം ഉണ്ടാക്കാനാണെന്നാണ് ലിബറൽ പെർസ്പെക്റ്റീവ് ഒരാൾ ചിന്തിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്നുള്ളൂ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കച്ചവടം ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ജീവിതമാർഗം കണ്ടെത്താനാണ്. അതിനപ്പുറം ലാഭം ഉണ്ടാക്കാൻ എന്ത് വഴിയും സ്വീകരിക്കാവുന്ന ഒരു സാഹചര്യം ഇല്ല. ഒരു പക്ഷേ മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യന്റെ ആനിമൽ സോൾ അങ്ങനെ മനുഷ്യനെ
ടെംപ്റ്റ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾ കച്ചവടക്കാരനാണ്, പച്ചക്കറി കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ മീൻ കച്ചവടക്കാരനാണ്. നിങ്ങൾ എന്നിട്ട് കച്ചവടം ചെയ്യുമ്പോൾ അതിൽ മായം ചേർക്കുന്നു. മായം ചേർക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് വാളയാർ ചെക്ക് പോസ്റ്റ് കടക്കുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരെ എനിക്ക് പരിചയമുണ്ട്, അല്ലെങ്കിൽ പൊള്ളാച്ചി വഴി വരുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരെ എനിക്ക് പരിചയമുണ്ട്, എനിക്കിത് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് ഇത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഇത് പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഊരിപ്പോരാൻ അറിയാം. അതിനുള്ള സ്വാധീനവും പവറും നിങ്ങൾക്കുണ്ടെന്ന് കരുതുക. നിങ്ങളെ ഒന്നും തടയുന്നില്ല, മായം ചേർക്കുന്നതിൽ നിന്ന് ഒന്നും നിങ്ങളെ തടയുന്നില്ല. അതേസമയം നിങ്ങൾ പിന്നെ റബ്ബേ ആരും എന്നെ പിടിച്ചിട്ടില്ലെങ്കിലും പടച്ചോന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പണി ചെയ്യാതിരിക്കും. അത് ഇതാണ് ദൈവബോധം ഒരു വശത്തും അതുപോലെ തിന്മ ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ മറുവശത്തും വരുമ്പോൾ ഒരു മുസ്ലിം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോ ലിബറലിസം നമ്മിലൊക്കെ ഏറിയും കുറഞ്ഞും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതൊരു ഒരു പ്രത്യേക ഫിലോസഫി ആക്കിയിട്ട് ഇതൊന്നും നമ്മുടെ ജീവിതമായിട്ട് ബന്ധമില്ല, ഇത് കുറച്ച് ബുദ്ധിജീവികൾ ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണ് എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ മനുഷ്യന്റെ ഹവൻ നഫ്സ് എന്നൊക്കെ നമ്മൾ പറയാലോ, മനുഷ്യന്റെ ദേഹപരമായ ദേഹേച്ഛ, അവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ തിയറൈസ് ചെയ്യുകയും അതിനെ മനുഷ്യാവകാശമായി കാണുകയും ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഈ ലിബറലിസം. മാനുഷികമായ ആഗ്രഹങ്ങൾ കുറെ ഉണ്ടാവും. ഇപ്പൊ ഒരു ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഒരു മരുന്നിന്റെ റെപ്രസെന്റേറ്റീവ് പറയണം, നിങ്ങൾ ഒരു മാസം ഈ വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇത്ര അളവിൽ ഞങ്ങളുടെ പെർട്ടിക്കുലർ മരുന്ന് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വക ഒരു സ്വിറ്റ്സർലാൻഡ് ട്രിപ്പ് ഉണ്ടാവും. അപ്പോൾ ആരോഗ്യ മേഖല തീർച്ചയായിട്ടും എന്താണ്, അത് വ്യാവസായികവൽക്കരിക്കപ്പെടുന്നു. ലാഭം ഉണ്ടാക്കാൻ എന്തും ചെയ്യാം എന്ന രീതിയിൽ വരുമ്പോൾ വെള്ളത്തിൽ നമ്മൾ പറ്റിക്കുന്നു, ഭക്ഷണത്തിൽ പറ്റിക്കുന്നു, സർവീസിൽ പറ്റിക്കുന്നു, എല്ലാത്തിലും പറ്റിക്കുന്നു. അപ്പോ ലാഭമാണോ എല്ലാത്തിന്റെയും അടിസ്ഥാനം? ലാഭമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്നാണ് ക്യാപിറ്റലിസം പഠിപ്പിക്കുന്നത്. അപ്പോ എൻലൈറ്റൻമെന്റ് യുക്തി ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്ന പേരാണ്. തിമോത്തി ഫിറ്റ്സ്ജെറാൾഡ് എന്ന പേരുള്ള ഒരു ആന്ത്രോപോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾ മതം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? മതം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി തെളിയിക്കാത്ത കുറെ കാര്യങ്ങൾ അതിലുണ്ടാവും. ആളുകളെ പയറ്റി ഉണ്ടാവും, ഭക്തി ഉണ്ടാവും, പിന്നെ ബഹുമാനിക്കേണ്ട ചില ചിഹ്നങ്ങളും വ്യക്തികളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യത്തിനാണ് മതം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ മനസ്സിൽ മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, ഇസ്ലാം, ഇതൊക്കെയാണ് നമ്മളെ മനസ്സിൽ മതം എന്ന് പറയുന്നത്. സയന്റിഫിക്കായി തെളിയിക്കപ്പെടാത്ത ചില വിശ്വാസങ്ങൾ ഉണ്ടാവും, പിന്നെ ആദരിക്കേണ്ട ചില ചിഹ്നങ്ങളും വ്യക്തികളും സ്ഥലങ്ങളും സമയങ്ങളും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ലിബറലിസം, നാഷൻ സ്റ്റേറ്റ്, പിന്നെ ക്യാപിറ്റലിസം, കമ്മ്യൂണിസം ഇതൊന്നും എന്തുകൊണ്ട് മതമല്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കാരണം ഇതിൽ വിശ്വസിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ശാസ്ത്രീയമായി തെളിയിച്ചതൊന്നുമല്ല. ക്യാപിറ്റലിസത്തിലെ ഒരു പ്രധാനപ്പെട്ട ട്രിക്കിൾ ഡൗൺ തിയറി ഉണ്ട്. അതായത് സമ്പത്ത് കുന്നുകൂട്ടാൻ വേണ്ടി ഗവൺമെന്റിന്റെ പിന്നെ നിയന്ത്രണമില്ലാതെ സ്വകാര്യ ഏജൻസികൾ ഒരുപാട് മത്സരിച്ചാൽ അതിന്റെ ഫലം താഴെത്തട്ടിലേക്ക് ഇറങ്ങി വന്ന് എല്ലാവരിലേക്കും അത് എത്തും എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ചതല്ല, അത് ക്യാപിറ്റലിസ്റ്റ് വിശ്വാസമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ കമ്മ്യൂണിസം, തൊഴിലാളികളുടെ സർവാധിപത്യം വന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ അപ്പോഴാണ് മനുഷ്യനായിട്ട് മനുഷ്യന്റെ ഡിഗ്നിറ്റി വീണ്ടെടുക്കുകയുള്ളൂ എന്ന് പറയുന്നത് ശാസ്ത്രീയമായി തെളിയിച്ചതല്ല. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ വിശ്വാസമാണ്, വിശ്വാസ പ്രമാണമാണ്. അതിൻ്റെ അകത്തുനിന്ന് അവർക്ക് മാറാൻ കഴിയില്ല. അത് അവരുടെ വേൾഡ് വ്യൂ അങ്ങനെയാണ്. അതുപോലെ ലിബറലിസം ആണെങ്കിലും അങ്ങനെയാണ്. വ്യക്തിക്ക് പരമാവധി സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ, എല്ലാവിധ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും അവനെ വിച്ഛേദിച്ചു കഴിഞ്ഞാൽ അവന് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ അന്തസ്സും ഡിഗ്നിറ്റിയും വീണ്ടെടുക്കാൻ കഴിയുന്നത് ലിബറലിസത്തിനകത്തെ വിശ്വാസമാണ്. അങ്ങനെ ഓരോ വിശ്വാസങ്ങളെയും, യുവാൽ ഹരാരി എന്ന് പറഞ്ഞിട്ട് ചരിത്രകാരാണ് ഇസ്രായേലിൽ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അദ്ദേഹം പറയുന്നത് എവറി സൂപ്പർ ഹ്യൂമൻ ഓർഡർ ഈസ് എ റിലീജിയൻ. എല്ലാ സൂപ്പർ ഹ്യൂമൻ ഓർഡറുകളും റിലീജിയനാണ്. അപ്പൊ ലിബറലിസം കൊണ്ടുനടക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന എന്താണ്? ഇതിനനുസരിച്ച് ലോകം പോയാലാണ് ലോകത്ത് പുരോഗമനം ഉണ്ടാവുക, മനുഷ്യർക്ക് ഡിഗ്നിറ്റി ഉണ്ടാവുക, അന്തസ് ഉണ്ടാവുക എന്നാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വസിക്കുന്നത് എന്താണ്? ഇതിനനുസരിച്ച് എല്ലാ മനുഷ്യന്മാരും മുന്നോട്ട് പോയാൽ അപ്പോഴാണ് ഇവിടെ എന്തുണ്ടാവുക? സ്വാതന്ത്ര്യവും പുരോഗമനവും മനുഷ്യാവകാശമൊക്കെ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ജമാഅത്തിന്റെ മതരാഷ്ട്രവാദമൊക്കെ പറയുമ്പോൾ ഞാനൊരിക്കൽ ഫേസ്ബുക്കിൽ തന്നെ എഴുതിയിരുന്നു, മതലോകവാദമാണ് ലിബറലിസവും മറ്റുള്ളവർ ആളൊക്കെ പറയുന്നത്. ജമാഅത്തിന് പ്രശ്നമുണ്ടോ അല്ലെന്ന് മറ്റൊരു ചർച്ചയാണ്. അത് മുസ്ലിം സംഘടനകൾക്കിടയിൽ അവരുടെ തിയോളജിയുടെ ചർച്ചകൾ, അതൊക്കെ വേറെ വിഷയമാണ്. രാഷ്ട്രീയമായ ഒരു പരിസ്ഥിതിയിലേക്ക് വരുമ്പോൾ, മതരാഷ്ട്രവാദം എന്നുള്ള ഒരു ചർച്ചയെ ഊന്നി വരുമ്പോൾ, നേരത്തെ പ്രതീഷ് സാർ പറയുകയുണ്ട്, എല്ലാവർക്കും അവരുടേതായ ഒരു കാര്യം രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ സംഘാടനത്തെക്കുറിച്ചും സാമൂഹിക സംഘാടനത്തെക്കുറിച്ചും ഓരോ വേൾഡ് വ്യൂവിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. അതെല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ട്.
ഇസ്ലാം ഇപ്പോ ഖലീഫ ഉമറിന്റെ ഭരണം വരണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. ഗാന്ധിജി സ്വരാജിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഈ ഖലീഫ ഉമറിന്റെ ഭരണം എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താ? യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി ചത്തു കിടന്നാലും ഞാൻ പടച്ചവനോട് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന നീതിബോധത്തെക്കുറിച്ച് അതിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. ജിയോട് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് തോമസ് കാർലൈനെ വായിക്കുകയും അദ്ദേഹം നബിയെ കുറിച്ചും ഇസ്ലാമിക സിവിലൈസേഷനെ കുറിച്ച് എഴുതിയതും അദ്ദേഹം വ്യക്തമായി മനസ്സിലാക്കുകയും അങ്ങനെ വാളുകൊണ്ട് പ്രചരിച്ച ഒരു മതമല്ല ഇസ്ലാം എന്ന ഒരു തീർപ്പിലേക്ക് മഹാത്മാഗാന്ധിജി എത്തുകയും ചെയ്തത്. അപ്പോൾ ഗാന്ധി വിമർശനങ്ങൾ വേറെ ഉണ്ട്, അത് അംബേദ്കറൈറ്റ് പെർസ്പെക്റ്റീവ് എന്ന് വേറെ വരും, അത് വേറെ വിഷയമാണ്, നമ്മൾ അതിലേക്കല്ല പോകുന്നത്. അപ്പോ ഇങ്ങനെ എൻലൈറ്റ്മെന്റ് യുക്തിയിൽ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് എന്താണ് സ്വാതന്ത്ര്യം, എന്താണ് പുരോഗമനം. അത് സ്കൂളുകളിൽ നമ്മളൊക്കെ സ്കൂളിൽ ഡാർവിനിസം പഠിച്ച ആളുകളാണ് അല്ലെ. കുരങ്ങനും മനുഷ്യനും ഒരു പൂർവികനെ പിന്നെ പങ്കിടുന്നുണ്ട് എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ച ആളുകളാണ്. പക്ഷെ മദ്രസയിൽ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് പഠിച്ചിരുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യ നബിയാണ് അള്ളാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടി എന്ന് പഠിച്ചിട്ട് അങ്ങനെ വന്നിരുന്നു. അതുകൊണ്ട് ഡാർവിനിസത്തോട് നമുക്ക് വിശ്വസിക്കൽ നിർബന്ധമല്ലാത്ത കാര്യം എന്നൊരു സമീപനമാണ് നമ്മൾ സ്വീകരിച്ചത്. ഇതേപോലെ സ്കൂളിൽ നമ്മൾ വേറെയും പഠിച്ചിട്ടുണ്ട്. ഇന്നും യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ത്, മനുഷ്യന് ഏറ്റവും അനിവാര്യമായ സാർവലൗകിക മൂല്യങ്ങൾ എന്തൊക്കെയാണ്, അത് തുല്യതയും പിന്നെ അതുപോലെ സ്വാതന്ത്ര്യമൊക്കെയാണെന്നുള്ള. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മറ്റു ചില മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തിൽ പാലിക്കുന്ന മറ്റു ചില മൂല്യങ്ങൾ നമ്മൾ പറയാം. അപ്പോ ഒന്ന് സബർ, ക്ഷമ. ഈ ക്ഷമ അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയും. ദേഷ്യം വന്ന് തിരിച്ചടിക്കാൻ ശേഷി ഉണ്ടായിട്ടും ദേഷ്യം കടിച്ചിറക്കുന്നവരെ ഖുറാനിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വൽ കാളിമീനൽ ഗൈദ് എന്ന് ഖുറാനിലൊരു പ്രയോഗമുണ്ട്. ആ പദപ്രയോഗത്തിന് തന്നെ ഒരു ദേഷ്യം കടിച്ചിറക്കുന്ന ഒരു ഫീലുണ്ട്. വൽ കാളിമീനൽ ഗൈദ്, ദേഷ്യം കടിച്ചിറക്കുന്ന ആളുകൾ. അത് വലിയ സംഭവമായിട്ടാണ്, അതൊരു മൂല്യമായിട്ടാണ്, ഒരു സാർവലൗകിക മൂല്യം പോലെ ഇസ്ലാം പരിചയപ്പെടുത്തുക. അതുപോലെ അമാനത്ത് എന്ന് പറഞ്ഞാൽ സത്യസന്ധത, വിശ്വസ്തത, വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. അപ്പൊ ഭരണകർത്താക്കൾക്ക് ഭരണീയരോട് വിശ്വസ്തത, ഭരണീയർക്ക് ഭരണകർത്താക്കളോട് വിശ്വസ്തത. എത്ര പേർക്ക് ഭരണകർത്താക്കളോട് വിശ്വസ്തത ഉണ്ട്? കേരളത്തിലുടനീളം സഞ്ചരിച്ചാൽ, നമ്മുടെ പബ്ലിക് ടോയ്ലറ്റിലൂടെ സഞ്ചരിച്ചാൽ അത് കൃത്യമായി മനസ്സിലാക്കും. ഭരണകർത്താക്കളോട്, പബ്ലിക് പ്രോപ്പർട്ടിയോട്, അതാണല്ലോ ഭരണകർത്താവിന്റെ ഒരു പ്രതിനിധാനം. അതിനോട് നമുക്ക് എത്ര അമാനത്തുണ്ട്, വിശ്വസ്തത ഉണ്ട് എന്ന് നമുക്ക് നമ്മുടെ കംഫർട്ട് സ്റ്റേഷനുകളിലൂടെയും ഒക്കെ സഞ്ചരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഭരണകർത്താക്കൾക്ക് ഭരണീയരോടുള്ള വിശ്വസ്തതയെ കുറിച്ചോ അത് നമ്മൾ പാലോറോടൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. GST പോകുന്നു, SGST പോകുന്നു, മറ്റു ടാക്സുകൾ പോകുന്നു. പെട്രോൾ അടിച്ചാൽ എല്ലാത്തിനും, മാർക്കറ്റിൽ കയറി ഒരു കിലോ പഴം വാങ്ങിയാൽ നമ്മൾ ടാക്സ് അടക്കുന്നു, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ ടാക്സ് അടക്കുന്നു. എന്നിട്ട് നമ്മുടെ മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച്, നമ്മുടെ ട്രാവൽ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ അമാനത്ത് ഇസ്ലാമിലൊരു സാർവലൗകിക മൂല്യമാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചു എന്ത്, ഫ്രാറ്റേണിറ്റി, ലിബർട്ടി, ഈക്വാലിറ്റിയാണ്. നമ്മൾ അതുണ്ടായ ലോകം മൊത്തം ഉഷാറായി. സ്വാതന്ത്ര്യം വേണം, എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. പക്ഷെ മനുഷ്യർക്ക് ഉണ്ടാവേണ്ട അമാനത്ത്, മനുഷ്യർക്ക് ഉണ്ടാവേണ്ട സുബ്ർ, മനുഷ്യർക്ക് ഉണ്ടാവേണ്ട ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷിയില്ല. അതില്ലെങ്കിൽ എങ്ങനെ ലോകം മുന്നോട്ട് പോകും? ഇതില്ലാത്തതുകൊണ്ടല്ലേ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ പൈസ മുക്കുന്നവരായി മാറുന്നത്. രാഷ്ട്രീയക്കാർ മാത്രമല്ലെന്നേ, ആരാണോ അവനവന്റെ ജൂറിസ്ഡിക്ഷനിൽ പണം കൈമാറാനുള്ള, പണം കൈകാര്യം ചെയ്യാനുള്ള അധികാരം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്, അവരൊക്കെ പണം മുക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കാരണം? അമാനത്തില്ല, മാത്രമല്ല ഖനാഅത്തുമില്ല. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷിയില്ല. വളർന്നു വരുന്ന മക്കൾ, ഇപ്പൊ മുമ്പ് യുവാൽ ഹരാരിയുടെ തന്നെ ഒരു നിരീക്ഷണമുണ്ട്. അദ്ദേഹം പറയുന്നത്, മുമ്പൊക്കെ രാജാക്കന്മാര് ആയിരുന്നു ആഡംബര പരിപാടികൾ നടത്തിയിരുന്നത്. ആഡംബര വസ്ത്രം ധരിക്കുന്നതും ബ്രാൻഡ് എന്ന് ഇന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള അവരുടെ ജീവിത നിലവാരത്തിൽ നിന്നും പിന്നെ വളരെ അപ്പുറത്തേക്ക് പോയിട്ടുള്ള ആഡംബര രീതികൾ മുമ്പ് ചെയ്തിരുന്നത് രാജാക്കന്മാർ എന്നൊക്കെ പറയുന്ന വളരെ ചെറിയൊരു പ്രൊപ്പോർഷനുള്ള ആളുകളായിരുന്നു. ഇന്ന് സാധാരണ ജനങ്ങൾ ആഡംബര പ്രിയരായി മാറി. ഒരു പബ്ലിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു പൊതു ഉടമസ്ഥത സർവ്വലോക തൊഴിലാളികളെ സംഘടിപ്പിക്കുക. അതായത് ഈ സ്വകാര്യ ഉടമസ്ഥതയ്ക്ക്, ഇവിടെ പറഞ്ഞ ഇൻഡിവിജ്വലിസത്തിനെതിരായിട്ടാണ് കമ്മ്യൂണിസം വരുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇപ്പോ ഇവിടെ ഈ പറയുന്ന നിലയിലുള്ള ഈ ലിബറലിസത്തിന്റെ, നമ്മളിപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ലിബറലിസം അല്ല, ഈ ലിബറലിസത്തിനുള്ളിൽ അല്ലെ തിരുത്തണം, ഈ ഇതിനുള്ളിൽ പിന്നെ ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ട്, ഈ നിയോ ലിബറലിസം എന്ന് പറയുന്നതിൽ എല്ലാം ഉണ്ട്. അതിനകത്ത് ഫെമിനിസം ഉണ്ട്.
എല്ലാ സംഗതിയുമുണ്ട്. ഇതിനുള്ളിലെല്ലാം ഇസ്ലാമോഫോബിയയുമുണ്ട്. വളരെ ഭീകരമായൊരു സംഗതിയാണത്. ഞാനിപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു അനുഭവം, ഞാനതൊന്നും സാമൂഹ്യ മാധ്യമം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്റ്റീവല്ല, എങ്കിലും സ്വാഭാവികമായിട്ടും പങ്കുവെക്കേണ്ട ഒരു കാര്യം ഞാൻ പങ്കുവെക്കാതെ പോയി. അതായത് ഒരു 7 ദിവസം മുമ്പ് ജനം ടി വിയിൽ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഞാൻ മുമ്പ് പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ പങ്കെടുക്കാത്തൊരു സംഗതി, നമ്മൾ പറയുമ്പോഴേക്കും അവർ മൈക്ക് ഓഫ് ചെയ്യും, എന്നിട്ട് അവർക്ക് പറയാനുള്ള കുറെ കാര്യങ്ങൾ പറയും. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം അവിടെ മൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പിന്നീട് അത് കാണുമ്പോഴാണ് നമ്മുടെ മൈക്ക് ഓഫ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ജനം ടി വി ഒരു ഡിബേറ്റ് ഞാൻ ഏറ്റിരുന്നു, എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, നിങ്ങളൊന്നും പങ്കെടുക്കുമെന്ന് ചോദിച്ചു. അതെ അതെ പങ്കെടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അദ്ദേഹം എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എനിക്കായ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഞാൻ പിന്നെ അങ്ങോട്ട് പോയി. ഞാൻ എന്നിട്ട് നമ്മുടെ സ്ഥാപനത്തിലെത്തി എൻ്റെ FB തുറന്നു, എൻ്റെ വാട്സപ്പ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അവർ പോസ്റ്റ് അടിച്ച് കാത്ത് കളഞ്ഞു. അപ്പോൾ 7:30 ചർച്ച തുടങ്ങണം. ഞാനത് മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം, നല്ല മഴയാണ്, കറണ്ട് ഇല്ല, എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല, സൂമിലാണ് നമുക്കിത് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അപ്പം പിന്നെ ഒളിച്ചോടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും ശരി അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ കാറിൽ കയറി വണ്ടി ഓൺ ചെയ്ത് മൊബൈൽ അതിനകത്ത് ചാർജിലിട്ടിട്ട് കാറിൽ ലൈറ്റ് വിട്ട് ഈ ചർച്ചയിൽ ഭാഗമാക്കായി. ഞാൻ പറഞ്ഞത്, എത്ര ഭീകരമായ അപകടകരമായ നിലയിലാണ് ഇസ്ലാമോഫോബിയ. ജനം ടി വിയിലെ എല്ലാ ചർച്ചകളിലും ആരിഫ് ഹുസൈൻ തെരുവത്തുണ്ടാകും, എല്ലാ ചർച്ചകളിലും ഉണ്ടാകും. അന്നത്തെ ഞാൻ ചർച്ചയ്ക്ക് പങ്കെടുത്ത അന്നത്തെ വിഷയം വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന സാധനമാണ്. അന്ന് പ്രധാനമന്ത്രിയെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള വന്ന 2 പേര് അറസ്റ്റിലായി ബന്ധപ്പെട്ട് വെറുതെ അവന്മാർ ചർച്ച സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അതാണ് ചർച്ച. ആ ചർച്ചയിൽ വൈറ്റ് കോളർ ടെററിസം, അപ്പോൾ എനിക്കറിയാം എന്നെ വളച്ചിട്ട് പിടിക്കാനുള്ള ഒരു സാധനമാണ്, ഞാൻ എന്തായാലും അതിനകത്ത് പെട്ട്. അപ്പോൾ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുമ്പോൾ ഇവരൊരു മുസ്ലിം ഭീകരവാദികൾ, വിദ്യാസമ്പന്നരായ പ്രൊഫഷണലായ മുസ്ലിമീങ്ങൾ ഭീകരവാദത്തിൽ ഏർപ്പെടുന്നതാണ് വൈറ്റ് കോളർ ടെററിസത്തിന്റെ അർത്ഥം. അതാണ്, അതായത് വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങൾ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയിൽ ബെൽറ്റ് കെട്ടിയ മലബാറിലെ കത്തിയായിട്ട് നടന്നുള്ള ഭീകരവാദമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, പഠിക്കുന്ന ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ഭീകരവാദികളാണെന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ തന്നെ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് പറഞ്ഞു, അതെ, വൈറ്റ് കോളർ ടെററിസം എന്നുള്ള ഒരു പുതിയ ടേംസ് അല്ല, ഒരു ഇതല്ല. ഈ സബ്ജക്റ്റ് ഒരുപാട് പഴക്കമുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡോക്ടറായ മായ കോഡ്നാനി, അവര് ഈ ഗുജറാത്ത് കലാപത്തിൽ അവരൊരു പ്രൊഫഷണലാണല്ലോ, അതാണ് ആദ്യത്തെ വൈറ്റ് കോളർ ടെററിസം. പിന്നീട് അതിനേക്കാൾ അപ്പുറത്ത് വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSന്റെ സ്ഥാപകനായ ഡോക്ടർ ഹെഡ്ഗേവാർ, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രവീൺ ഭായി തൊഗാഡിയ, അയാളൊരു ക്യാൻസർ സർജനാണ്. പിന്നെ പുള്ളി ഒക്കെ എന്താണ്, അവരാണ് ഈ പറയുന്ന പ്രൊഫഷണൽ രംഗത്ത് നിന്ന് ആദ്യമായിട്ടൊരു സംഗതി തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചർച്ച. കാരണം എനിക്ക് ശേഷം വരാൻ പോകുന്നവരെ ഇതിനെ ആക്രമിക്കും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സംഗതി ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചു. അപ്പൊ അതിനുശേഷം ഈ ആരിഫ് ഹുസൈൻ തെരുവത്ത് പുള്ളി സംസാരിക്കുമ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ വൈറ്റ് കോളർ ടെററിസം എന്നല്ല വിളിക്കേണ്ട, വൈറ്റ് കോളർ, അദ്ദേഹത്തിന്റെ ഒരു ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. വൈറ്റ് കോളർ ജിഹാദ് എന്നാണ് പറയേണ്ടത്. എന്നിട്ട് കുറെ സംഗതികൾ വെറുതെ പറയും. തക്കിയ, ഇപ്പൊ ഒരു സാധനം തക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ മുസ്ലിമീങ്ങൾ ഇപ്പോ പള്ളിക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ആളിന് വെള്ളം കൊടുത്തു എന്നാണ്, അത് തക്കിയാണ്. ഒരു പിന്നെ മതസാഹോദര്യത്തിന്റെ നിങ്ങൾ സംഗതി, അത് തക്കിയ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ടേം ഉണ്ടാക്കുകയാണ് അവര്. അന്ന് പുള്ളി ഒരു പുതിയ ടേം അന്ന് അവതരിപ്പിച്ചു. അപ്പോ അന്ന് പുള്ളി പറഞ്ഞു, പിന്നെ എല്ലാ മദ്രസകളിലും ഈ പറയുന്ന സാധനം ഭീകരവാദം പഠിപ്പിക്കുന്നത്. എൻ്റെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ അപ്പോൾ തന്നെ ചർച്ചയ്ക്കിടയിൽ ഇടപെട്ട് ചോദിച്ചു, ഏത് മദ്രസയിലാണ്? ഞാൻ ഈ ഫ്ലോറിൽ വെച്ച് വെല്ലുവിളിക്കുകയാണ്, നാളെ നിങ്ങൾ പറയുന്ന സമയത്ത് ഈ ഫ്ലോറിൽ ഞാൻ ഇവിടെയുള്ള അംഗീകൃതമായ മുഴുവൻ മദ്രസ ബോർഡുകളുടെയും പാഠപുസ്തകമായിട്ട് ഞാൻ വരും. ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിൽ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഭീകരവാദം. അപ്പോൾ പുള്ളി ഉടനെ ഇത് മാറ്റി. അത് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പഴയും. കാരണം ഇവര് മദ്രസയിൽ അത് പഠിപ്പിക്കില്ല, അത് ദർസിലാണ് പഠിപ്പിക്കുന്നത്. ഇതിനെയാണ് കിത്തുമാൻ, പുള്ളി പുതിയ ഒരു ടേം പറയാണ്, കിത്തുമാൻ. അത് ഞാൻ ആലോചിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ പുള്ളി ഒരു ഖുർആൻ ഒരു 8 തായത്ത് പറഞ്ഞു. അവിടെ അപ്പോ ഈ പരസ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫ്രീ ആവുമല്ലോ. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഉള്ളപ്പോൾ 2 മേജർമാരാണ് ഉള്ളത്. ഒന്ന് BJP-കാരനായിട്ടുള്ളൊരു മേജറും മറ്റൊന്നൊരു മേജർ, പിന്നെ ഈ ആരിഫ് ഹുസൈനും. പിന്നെ അപ്പോൾ ഇവർ പരസ്പരം ഭയങ്കര ഫ്രണ്ട്സ് ആണ്, അവർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ പിന്നെ പറയാം എന്ന് BJP-കാരൻ പറയുന്നു. ആരിഫ് ഹുസൈൻ പറഞ്ഞു ഓക്കെ ഞാൻ വിളിക്കാം. അങ്ങനെ പുള്ളി എന്റെ നമ്പരൊക്കെ വാങ്ങിച്ചു. അപ്പോ വളരെ കൃത്യമായി
ഓരോ ദിവസവും അതിഭീകരന്മാരും സ്വന്തം പ്രമാണങ്ങൾക്കുള്ളിൽ മറ്റു മതസ്ഥരെ നിഗ്രഹിക്കാനുള്ള കാളക്കൂട വിഷം സന്നിവേശിപ്പിക്കപ്പെട്ട ഭയങ്കരന്മാരാണ് മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ ഒരു ടീമിനെ, ഇപ്പൊ പറയുന്ന മുസ്ലിമീങ്ങളല്ലാത്ത ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാർ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് മുസ്ലിമീങ്ങൾ ഒരിക്കലും ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നില്ല, അത് ഉണ്ടാക്കുന്നത് പുറത്താണ്. പ്രബുദ്ധമായി വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇന്ത്യയിൽ, കേരളത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ ജീവിക്കുന്ന ഇടങ്ങളിൽ എല്ലാം അത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ ഇദ്ദേഹം നേരത്തെ നമ്മുടെ പ്രതീഷ് ഇപ്പോൾ കേരളത്തിലുള്ള ആകപ്പാടെ ഒരു യുക്തിവാദി ഇസ്ലാമോഫോബ് അല്ലാത്തൊരു യുക്തിവാദിയെ കണ്ടതിലുള്ള ഒരു സന്തോഷമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കാരണം പിന്നെ ബാക്കി 99.9% ആൾക്കാരും ഇസ്ലാമോഫോബാണ്. അവർ പറയുന്ന ആധുനികതാവാദമാണ്. മതം എന്ന് പറയുന്നത് അറുപഴഞ്ചനാണ്, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണ്, പ്രശ്നക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരൂ. പക്ഷെ അവര് പറയുന്നത് ഇതുപോലെ ഇസ്ലാമോഫോബായ ഒരു ഫോബിക്കായ ഒരു വർത്തമാനം നമുക്ക് കാണാൻ കഴിയില്ല. ആ തരത്തിൽ വളരെ ആസൂത്രിതമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരളക്കരയിൽ സാമൂഹിക മാധ്യമ രംഗത്ത് ഏറെ സുപ്രധാനമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ. അതുപോലെ നമ്മുടെ മുബാറക് റാവുത്തറുണ്ട്. അദ്ദേഹം നമ്മുടെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഈ സാമൂഹിക മാധ്യമ രംഗത്ത് വളരെ ആക്റ്റീവായി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. ഞാൻ അദ്ദേഹത്തെ ഒന്നുകൂടെ വന്നപ്പോൾ പരാമർശിച്ചതാണ്. അപ്പൊ എന്തായിരുന്നാലും ശരി, രണ്ട് വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന രണ്ടുപേര്, ഒന്ന് ഈ ആന്റി ഇസ്ലാമോഫോബിയ ആക്ടിവിസ്റ്റ് എന്ന പേരിൽ, കേരളത്തിൽ തന്നെ ഒരുപക്ഷെ വേറെ ആരെങ്കിലും ഉണ്ടാ സുദേശ് അതുമല്ല, ഞാൻ പറഞ്ഞ ഡെസിഗ്നേഷൻ വെച്ച് അങ്ങനെ വരുന്ന ഒരാള് ആദ്യമായിട്ട് ഒരാളെയാണ് ഞാൻ കാണുന്നത്. നമുക്ക് നേരത്തെ പരിചയമുണ്ട്, പല സ്ഥലത്തും കണ്ടിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായി പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോ എന്തായിരുന്നാലും ശരി, അദ്ദേഹം വളരെ വളരെ സൂക്ഷ്മമായി നമ്മൾ കൃത്യമായി റഷീദ് പറഞ്ഞതുപോലെ റെക്കോർഡ് ചെയ്ത് വെച്ച് നമ്മൾ സൂക്ഷിക്കുകയും വരികൾക്കിടയിൽ വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കേണ്ടതും ചെയ്യുന്ന നിരവധി കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ചു. അതുപോലെ പ്രിയങ്കരനായ സുഹൃത്ത് റഷീദ് ഉദയും വളരെ അദ്ദേഹം ഇത് എന്നോട് പല ആവർത്തി വിളിച്ച് ചോദിച്ചു എങ്ങനെയുള്ള സദസ്സാണ്, കാര്യങ്ങളാണ്. കാരണം ഓരോന്നിനും ഓരോ സദസ്സിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ടല്ലോ. പല ഏജ് ഇതിലുള്ള ആൾക്കാരായതുകൊണ്ടും ഒക്കെ അദ്ദേഹം വളരെ പൊതുവായി ഈ കാര്യങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചർച്ചകളിൽ ഇടപെടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അതിനുള്ള സമയമാണ്. ഇൻഷാ അല്ലാഹ് ആർക്കും ആണെങ്കിലും ഈ ചർച്ചയിൽ ഇടപെട്ട് ഇവരുമായിട്ട് ഒന്ന് സംവദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചർച്ചയുടെ ഭാഗമാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഇൻഷാ അല്ലാഹ് പങ്കാളികളാകാം.